Hello guys, Sri here, back with another video. നമ്മളെല്ലാവരും വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. Hi, it's me Sri again, and this is Rocky from the last episode. അതെ, റോക്കി ചേട്ടൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നപ്പം വി അപ്പോളജൈസ്, കാരണം ഓഡിയോ ഇച്ചിരി മെസ്റ്റപ്പ് ആയി പോയി. എൻ്റെ ഭാഗത്ത് തെറ്റ്, ഓഡിയോയുടെ വയറ് കുത്താൻ മറന്നുപോയി. മൈക്കൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് കറക്റ്റ് അളവൊക്കെ എടുത്ത് ഇടയ്ക്കൊക്കെ വെച്ചു, പക്ഷെ ഞങ്ങൾ പ്ലഗ് ഓൺ ആക്കാൻ മറന്നുപോയി. ബട്ട് വി അപ്പോളജൈസ്, ബട്ട് വിൽ നെവർ ഹാപ്പൻ അഗൈൻ. ആൻഡ് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, എലിസബത്ത്, എലി ചേച്ചി. സോ everyone call me Ellie. ഓ മൈ ഗോഡ്. Myself Elizabeth. ഓക്കെ, നമുക്ക് തുടങ്ങാം. സോ ഗൈസ്, റോക്കി ചേട്ടൻ കഴിഞ്ഞ പോഡ്കാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം കൊള്ളാം, നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. ആര് റെസ്പോണ്ട് ചെയ്തേ? നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇന്ന് വൈകിട്ടാണ് ഇട്ടത്. പുള്ളിയുടെ ഒപ്റ്റിമിസം, പുള്ളി വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. എൻ്റെ അച്ഛൻ്റെയും കമന്റ്സ് കണ്ട് പുള്ളി നമുക്ക് ആദ്യം തന്നെ ലോക്കൽ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ട്രിവാൻഡ്രം പറഞ്ഞു തുടങ്ങാം. വാട്ട്സ് ഹാപ്പനിങ് ഗൈസ്? ട്രിവാൻഡ്രം, ഐ ഡോണ്ട് തിങ്ക് മച്ച് ഹാപ്പനിങ്. എന്താ ട്രിവാൻഡ്രം നടക്കുന്നത്? ട്രിവാൻഡ്രത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്ന കുത്ത് ചിരിക്കാൻ പാടില്ലാത്ത സംഭവമാണ്. പക്ഷേ ഹൗ ഇറ്റ്സ് ഗോയിങ്, ഇറ്റ്സ് മാഡ് മാൻ. ഇറ്റ്സ് ഡ്രഗ്സ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ അനിയനും കൂടെ എവിടെയാണ് നമ്മൾ ചായ കുടിക്കാൻ പോയത്? മലബാർ ബൈറ്റ്സോ. രാത്രി ഒരു കടയിൽ പോയി. ഞങ്ങൾ കുറച്ചാൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നൈറ്റ് ഓണ എന്ന കട ഏതാന്ന് നോക്കി അവിടെ പോയതാണ്. അവിടെ പോയി കുറച്ച് പേര് അവിടെ നിൽക്കുന്നത്, നൈറ്റായിരുന്നു, ഐ മീൻ ഇറ്റ്സ് ലൈക്ക് ആഫ്റ്റർ 12 ഐ തിങ്ക്. കുറച്ച് പേര് പെരുമാറുന്നതും അവരുടെ ആക്ഷൻസും മാനറിസംസ്. ഐ ആസ് എ മെയിൽ ആൻഡ് ഐ വാസ് ഹാവിങ് എ ഫ്രണ്ട് വിത്ത് മീ, ഷി വാസ് എ ഗേൾ. വി ഫെൽറ്റ് അൺസേഫ്. at 12 o'clock in Trivandrum city. ഒരു കാര്യം മനസ്സിലാക്കണം, ട്രിവാൻഡ്രം ആണ് ഏറ്റവും കൂടുതൽ പോലീസും ക്യാപിറ്റലും നൈറ്റ് പെട്രോളിംഗ് ഉള്ള സിറ്റി. എന്നിട്ട് വി ഫെൽറ്റ് ലൈക്ക് this is not a good time for... Yes, we hurried up and finished the coffee and we just had to run because avada nikkan avada time spend cheyana pattathilla because people were clearly on drugs and they don't know what's happening around them. അവര് കൂവുക, അലറുക, കല്ലെടുത്തെറിയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുക, and giving other people and girls very bad looks, throwing comments. and അവിടെ നിന്ന് വഴക്കുണ്ടാക്കാനും വീഡിയോ ഉണ്ടാക്കാനും വി ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. വി ജസ്റ്റ് ഹാവ് ടു ഗെറ്റ് ഹോം എന്നുള്ളൊരു ഇതായിപ്പോയി. അതെ, അതേപോലെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം പറയണമെന്ന് തോന്നിയത്, ഞാൻ റീസെൻ്റ്ലി ട്രിവാൻഡ്രം സൂപ്പർ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഴ ഉണ്ടോയെന്ന് പറഞ്ഞാൽ മഴയില്ല, പക്ഷേ വെയിലില്ല, അങ്ങനത്തെ ഒരു സൂപ്പർ ക്ലൈമറ്റ് ആയിട്ട് ഞാൻ ബൈക്ക് എടുത്ത് മാമൻ്റെ വീട്ടിലോട്ട് റൈഡ് അടിച്ചു. കുറുക്കൻ്റെ കല്യാണം. മാമൻ്റെ മോള് പുള്ളിക്കാരിയുടെ അരങ്ങേറ്റമായിരുന്നു. അരങ്ങേറ്റമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത് ഇത്ര വലിയ ബിസിനസ് ആണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഒരു കൊച്ചിന് അരങ്ങേറാൻ 45,000 to 1 lakh rupees. സത്യം, ഞാൻ അരങ്ങേറ്റത്തിന് ഡ്രസ്, കോസ്റ്റ്യൂം ആൻഡ് ടീച്ചർ. ഞാൻ വിചാരിച്ച അരങ്ങേറ്റം എന്തോ വലിയ സംഭവമാണ്. അരങ്ങേറ്റം എന്തൊക്കെ ഈ ക്ലാസിക്കൽ സംഭവം. അരങ്ങേറ്റം ഒന്നുമില്ല, ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നതാണ് അരങ്ങേറ്റം എന്ന് പറയുന്നത്. അതിന് പാക്കേജസ് ഉണ്ട്, അരങ്ങേറ്റത്തിന് പാക്കേജസ്. ന്യൂ ഇൻഫോ ഫോർ മീ. പാക്കേജ് ഞാൻ അവിടെ നോക്കുമായിരുന്നു. അരങ്ങേറ്റം 40,000 തുടങ്ങും, 1,50,000 വരെ പോകും. 1,50,000 പാക്കേജ് ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ്. അവരുടെ പോർട്ട്ഫോളിയോ ആസ് എ ഡാൻസർ ബിൽഡ് ചെയ്യും. And this cousin we are talking about, she is literally at 5th standard. കുഞ്ഞിക്കൊച്ച്. ഇതൊക്കെ കാണും രസം. ഈ ഡാൻസ് മാസ്റ്റേഴ്സ് ഡാൻസ് ഒന്നും കളിക്കത്തൊന്നുമില്ല. അരങ്ങേറ്റത്തിന്റെ വേറെ ഫണ്ട് അറിയാവോ? ഇത് ബിഹൈൻഡ് ദ സീൻ നടക്കുന്ന അരങ്ങേറ്റം. ഒരു 5 കൊച്ചുങ്ങളുടെ ആയിരുന്നു അവിടെ അരങ്ങേറ്റം. പക്ഷെ ഒരു ഉത്സവത്തിന്, അമ്പലത്തിന്റെ ഉത്സവമായിട്ട് ഡാൻസ് നടക്കുമ്പോൾ 5 പിള്ളേർ മാത്രമായിട്ടൊരു ഡാൻസ് കളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച് വേറെ കുറെ വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കുന്നു അരങ്ങേറ്റം ഇച്ചിരി കൂടെ പൊളിപ്പിക്കാൻ വേണ്ടി. അത് പെയ്ഡ് പ്രൊഫഷണൽ ഡാൻസേഴ്സ്. കൊച്ചു പിള്ളേർ സീന മക്കളെ. ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ഞാൻ ആദ്യമായിട്ട് അമ്പലത്തില് അരങ്ങേറ്റം കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ റിലേറ്റീവിന്റെ ആയിരുന്നു. പക്ഷെ ഇറ്റ്സ് ലൈക്ക് അവര് ഈ കോസ്റ്റ്യൂമിന്റെയും ജ്വല്ലറി മാത്രം എക്സ്പെൻസ് എടുക്കുക, പിന്നെ ഓരോ ഡാൻസ് ടീച്ചേഴ്സും പഠിപ്പിച്ചു. അപ്പോൾ അവര് തന്നെയാണ് എല്ലാ കാര്യങ്ങളും
കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് അന്നൊന്നും ഇത് വലിയ ബിസിനസ് ഇപ്പം ബിസിനസ് ആയി കഴിഞ്ഞു. ഇത് മറ്റേ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തത് എന്ത് അരങ്ങേറ്റത്തിന് ചിലങ്ക കിട്ടുമ്പോ 10,000 രൂപ. ശിവന് ഞാൻ അരങ്ങേറാത്തത് നന്നായി guys. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ പോകുന്നു. അതേപോലെ ഉത്സവത്തിനപ്പം ഞാൻ ഒരുപാട് വെറൈറ്റി ഡാൻസസ് ഒക്കെ കണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു ജവാൻ അടിച്ചിട്ടുള്ള ഡാൻസ്, Yeah. മറ്റേ ലൈഫ് ഡാൻസിങ് വിത്ത് ലൈഫ് ഫുള്ള് ഹാപ്പിനെസ്. അയ്യോ അതൊക്കെ ജെന്യൂൻ ഡാൻസസ് ആണ് guys. അതെ അതെ, ഓലയൊക്കെ എടുത്ത് ജവാൻ ഒരു സല്യൂട്ടും കൊടുത്ത് ജവാൻ അടിച്ചു കഴിഞ്ഞാൽ അവര് പട്ടാളക്കാരാവും. അന്നത്തേക്ക് ഒരു സല്യൂട്ടും കൊടുത്ത് തുടങ്ങും. പിന്നെ അന്ന് ഫുള്ള് സ്നേഹമാണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യം. പിന്നെ റീസെന്റ് ഗൈസ് മൂവീസ് ഏതൊക്കെ കണ്ട? റീസെന്റ് എമ്പുരാൻ കണ്ടു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എനിക്ക് അതിൽ ഒറ്റ സീൻ മാത്രം ഇഷ്ടപ്പെട്ട, ജംഗിൾ സീൻ. ബാക്കി ഞാൻ കണ്ടില്ല. ഗൈസ് ലൈക്ക് ഐ സെഡ് ഐ ഡിഡ്ന്റ് വാച്ച് എമ്പുരാൻ. അതിൻ്റെ നേരത്തെ ഉള്ള പോഡ്കാസ്റ്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും വൈ ഐ ചോസ് നോട്ട് ടു വാച്ച്. ഐ ഹാവൻറ്റ് വാച്ച്ഡ് ഇറ്റ്. പിന്നെ നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫെമിനിസം. ഗൈസ് ഫെമിനിസത്തിനെ പറ്റി പറയുന്നതിന് മുന്നേ ഐ വാണ്ടഡ് ടു ടോക്ക് അബൌട്ട് LGBTQ ആൻഡ് വാട്ട് ദ എഫ് ദാറ്റ് ഈസ്. അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കേരളത്തിൽ എന്താ നടക്കുന്നതെന്ന്. പലർക്കും അതിപ്പോഴും അത് എന്താണ്, വാട്ട്സ് ദ റിയൽ അജണ്ട, അതിന് പിന്നിൽ എന്താണ്, അതെന്താണ് ഇത്ര സ്പ്രെഡ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡോണ്ട് നോ. ആൻഡ് നീ ഒരു കോളേജിലല്ല, എന്നോട് ആളുകളൊക്കെ പറയുന്നുണ്ട് മഹാരാജാസ് കോളേജ്. ചേച്ചിയുടെ വീടിന്റെ അടുത്തല്ലേ? എങ്ങനെയുണ്ട് അവിടെ കോളേജ്? വാട്ട്സ് ഹാപ്പനിങ്? ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ ഇതൊരു ട്രെൻഡ് ആയിട്ട് അവിടെ ഞാൻ ഇത് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് മുള്ളാൻ പോകും. റോക്കിക്ക് എന്താ പറയാനുള്ളത് ഇതില്? എനിക്ക് പറയാനുള്ളത് നമ്മുടെ ട്രംപ് എണ്ണം പറഞ്ഞ പോലെ 2 ജെൻഡർ. ഓ നൈസ് നൈസ്. അത് മാത്രമേ പാടുള്ളൂ. I also agree with that. ഗൈസ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, ഞാനിത് തുറന്നു പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, ഐ നീഡ് ബോയ്സ് ഹു ആർ 20-24 years old, 25 years old, studying PG, having a boy's life ഇത്രയും നാൾ, ആൻഡ് സഡൻലി ഗോയിങ് വിയറിങ് എ സാരി, പൊട്ടും ബിന്ദിയും തൊട്ട് അടുത്ത ദിവസം കോളേജിൽ വരുന്നെങ്കിൽ ഐ തിങ്ക് ദേ ഡോണ്ട് നീഡ് മണി ഓർ എനിത്തിങ്, ബട്ട് ദേ നീഡ് ഹെൽപ്പ്. ഈ ഒരു പ്രശ്നം ഒരു മെൻ്റൽ ഡിസീസ് ആണോ എന്ന് ചോദിച്ചാൽ സാഡ്ലി ഞാൻ കണ്ടതിലും കേട്ടതും എല്ലാം വെച്ച് ഇതൊരു അസുഖമാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം നമ്മൾ ഇത്രയും നാൾ ഞാനൊരു കോൺട്രഡിക്ട് ചെയ്തിട്ട് അവിടെ പിന്നെന്താ അസുഖമാണെന്ന് പറയാൻ പറ്റില്ല. ലെറ്റ്സ് ടോക്ക് അബൌട്ട് സോഷ്യൽ കണ്ടീഷനിങ്. അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. സി, പൊതുവെ വെസ്റ്റിൽ എന്താ നടക്കുന്നത് ആ ഒരു ട്രെൻഡ് അപ്ഫോളോ ചെയ്യുന്നതാണ് തേർഡ് വേൾഡ് കൺട്രീസിന്റെ ഒക്കെ ഒരു ട്രെൻഡ്. ശരിയാ. അപ്പം ഡ്യൂറിങ് വേൾഡ് വാർ 2 ഒക്കെ നടക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ ഐ റീസെന്റ് റെഡ് അബൌട്ട് ദിസ്. വേൾഡ് വാർ 2-നകത്ത് നടക്കുമ്പോൾ വെസ്റ്റിലുള്ള ഈ വെസ്റ്റല്ല ഈ എന്ന് പറഞ്ഞാൽ യൂറോപ്പ് അമേരിക്ക അലൈസിനകത്തൊക്കെ ഉള്ളയും ആക്സസ് ആയാലും അവരുടെയൊക്കെ വീട്ടിലെ അച്ഛന്മാരും മെജോറിറ്റി ഓഫ് ദ ഫാമിലീസ് ദേ വെൻ ഫോർ വാർ. ശരിയാ. They went for war. Every family donated 1 to 2 men. Yeah, statistics. They went for war. അപ്പൊ ഇവരുടെ വീട്ടിലുള്ള പിള്ളേരെയും ഇവരുടെ വീട്ടിലുള്ള ചെക്കന്മാരെയും പെണ്ണുങ്ങളെയും എല്ലാം വളർത്തുന്നത് അമ്മമാരാണ്. അപ്പം ദ പ്രോബ്ലം ഇസ് ഇവർക്ക് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഈ പപ്പണം പറഞ്ഞില്ലേ പാവാടായിട്ട് നടക്കുന്നതൊക്കെ മേ ബി ഗേൾ ഫ്രണ്ട് നിർബന്ധിച്ച് അങ്ങനെ നടക്കുന്ന ആൾക്കാരാ. ബിക്കോസ് അവരുടെ ഐഡിയൽസ് ഓഫ് എ മാൻ ഇസ് ലെയ്ഡ് ഡൗൺ ബൈ എ വിമൻ. അവർക്കൊരു മോറൽ മാൻ ഇല്ലായിരുന്നു. അവരുടെ അച്ഛൻ അവരുടെ വീട്ടിൽ ഇല്ലായിരുന്നു. മെജോറിറ്റി ഓഫ് ദ ഇപ്പം നമ്മുടെ എന്താ പറയുക 20s 30s 40s ഇരിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് അച്ഛനില്ലായിരുന്നു. സോ അവരുടെ മോറൽ മെൻ എന്തോന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു കൊടുക്കും, മെൻ ഷുഡ് ലേൺ ടു പ്ലീസ് വിമൻ, മെൻ ഷുഡ് ഡു ആസ് ദിസ് ആൻഡ് ദിസ് ടു എന്താ വിമനെ കംഫർട്ടബിൾ ആക്കണം. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മെൻ ബിക്കം നൈസ് ഗൈസ് ഒരു ബാഡ് കോൺസെപ്റ്റ് ആണെന്നല്ല പറയുന്നത്. പക്ഷേ we need hard men too. അതെ, നൈസ് ഗൈസ് ലാക്ക് ലീഡർഷിപ്പ്. നൈസ് ഗൈസ് ലാക്സ് കമാൻഡ്. ആ ഒരു കമാൻഡിങ് പവർ ഇല്ല. സി, അങ്ങനെ വരുമ്പം ഒരു ഹൗസിൽ വീട്ടിലേക്ക് വരും. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ പവർ ഡൈനാമിക്സ് വരിക. അപ്പോൾ വെസ്റ്റിൽ ഇത്രയും നാൾ കണ്ടീഷനിങ് നടന്ന് മെജോറിറ്റി ഓഫ് ദ ഹൗസസ് ആർ ആക്ച്വലി വിമൺ ആണ് അവരുടെ പവർ ഡൈനാമിക്സ് കൂടുതൽ. ഇപ്പോൾ വിമൺ പറയോ ഐ നീഡ് ടു ഗോ ടു ദിസ് ഹൗസ് ദിസ് റെസ്റ്റോറൻറ്റ് ദിസ് ടൈം, നീ വന്നേ പറ്റൂ.
men will follow that. Yeah. കാരണം അവരുടെ കൊച്ചുനാളിൽ തൊട്ട് അവരുടെ സിംഗിൾ മദർഹുഡ് ആയിട്ടുള്ള അമ്മ പഠിപ്പിച്ചു വെച്ചേക്കുന്ന സംഭവം ഇതാ. ഓക്കെ, നീ നിന്റെ ഭാര്യ എന്നെ ഇങ്ങനെ പറഞ്ഞാൽ അവള് കൊണ്ടുപോകണം, കാരണം അവള് നിന്നിൽ ഡിപ്പെൻഡന്റ് ആണ് പറഞ്ഞ് പഠിപ്പിച്ചേക്കുക. സോ നൈസ് ഗൈസ് ആയി വരുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം, they actually will lose their masculine force. Masculine force as such, leadership ഒരു masculine force ആണ്. അതേപോലെ ഡിസിപ്ലിൻ ആൻഡ് സ്ട്രിക്റ്റിംഗ് ടു എന്താ പറയുക, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊരു കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യുന്നതൊക്കെ ഒരു മാസ്കുലിൻ ട്രെയ്റ്റാണ്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ സൊസൈറ്റി കുറഞ്ഞു വരുന്നുണ്ട്. ആൻഡ് ആ ഡീവാല്യൂയിങ് മൊറൽസ് അല്ലെ മാസ്കുലിനിറ്റിയെ ആരും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. ഐ തിങ്ക് ദാറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. അത് തന്നെ ഞാൻ പറഞ്ഞത്, ഈ നമ്മൾ ഈ LGBTQ വന്നത് ഈ ഡീമോറലൈസിങ് ദ യൂത്ത് അല്ലെങ്കിൽ ഡീവാല്യൂയിങ് മസ്കുലിനിറ്റി എന്ന് പറയുന്ന വലിയൊരു സാധനത്തിൻ്റെ ഒരു വെപ്പണാണ് ഈ LGBTQ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ബി എനിവൺ. ഈ കാനഡയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടേബിൾ ആവാം, ഫ്ലെയിം ത്രോവർ ആവാം, ദേ ക്യാൻ ബി എനിത്തിങ്. നമുക്ക് സോബീസിലോ അല്ലെങ്കിൽ വാൾമാർട്ടിലോ, ശരിയാണ് പുള്ളിക്കാരി കാനഡയിലുള്ളതാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. യു ക്യാൻ I have seen tortoise. അവരെങ്ങനെ ഇന്ററാക്ട് ചെയ്ത്? അവര് മൃഗങ്ങളല്ലേ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ എഴഞ്ഞാണോ പോണെ? ചിലപ്പം അപ്പൊ റോഡ് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കിയ ക്ഷീണിക്കുമ്പോ എണീറ്റ് പോകും. നമ്മളുടെ ഇവിടെയൊക്കെ റോട്ടിൽ കിടന്ന് ആരെങ്കിലും തല്ലുമ്പോൾ ഉണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുക, ഉന്തി മാറ്റുക, ട്രാഫിക് ബ്ലോക്സ് ഒന്നും ഉണ്ടാകത്തില്ല. ഇറ്റ്സ് ലൈക്ക് വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്. അവരെന്ത് you can't actually avert from that. No, if we try to oppose that, we would be in jail. Because അവരത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നും ഇതുപോലെയൊക്കെ കാണിച്ചാൽ ഇതുപോലെ തന്നെ പിന്തുടരാം എന്നൊക്കെ ലൈക്ക്. See, അപ്പം my basic question is അവിടെ freedom goes both ways. If you have the ഒരു മെജോറിറ്റിക്ക് അല്ല ഒരു പബ്ലിക്കിന് ഫ്രീഡം എന്ന് പറഞ്ഞാൽ you have the right to say no and right. അപ്പം ഒരു മെജോറിറ്റി അല്ല ഒരു മൈനോറിറ്റിയുടെ ഫ്രീഡം അവിടെ ഡിഫൈൻ ചെയ്യൂല്ലേ? ഫ്രീഡം എന്ന് പറയുമ്പോൾ അവർക്ക് അവിടുത്തെ ഫ്രീഡം എന്ന് പറയുന്ന, ടു ബി ഫ്രാങ്ക്, വി ഇൻ ഇന്ത്യ ആർ വേ ഫ്രീ ദാൻ പീപ്പിൾ ഇൻ അമേരിക്ക ഓർ കാനഡ. കാരണം ഇവിടെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള പവർ കുറച്ചും കൂടി ഉണ്ട്. വി ക്യാൻ ക്രിട്ടിസൈസ് ദ ലീഡർഷിപ്പ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇടതുപക്ഷ നേതാക്കൾ വലതുപക്ഷ നേതാക്കളെ പോടാ പട്ടി, കുരങ്ങ, കുട്ടി കുരങ്ങ എന്നൊക്കെ നമ്മൾ റീലൊക്കെ കാണുന്നതല്ലേ, വിളിക്കാം, കേസെടുക്കാം, അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും, ഭവിഷ്യത്തുകൾ വരും, അതങ്ങനെയങ്ങ് പോവും. ബിക്കോസ് ഇവിടെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള പവറുണ്ട്, ഈവൻ ഗവൺമെൻറ്റിനെ ആണെങ്കിലും. ഇപ്പം ഞാൻ ഏറ്റവും അവസാനമായിട്ട് അറിഞ്ഞത് ഇതിനൊരു മാറ്റം കൊണ്ടുവന്നത് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഭരിക്കുന്നത് പിണറായി എന്ന് പറയുന്ന ആള് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റാണ്. കാരണം ഞാനൊരു വാർത്ത കേട്ടു, ഞാൻ അപ്പം അവിടെ പഠിക്കുമായിരുന്നു. അപ്പോൾ കേട്ടത്, പുള്ളി വരുന്ന സമയത്ത് റോഡിലോ അപ്പുറത്തെ കടയിലോ എവിടെയോ കറുത്ത ഡ്രസ്സോ കറുത്ത സാധനങ്ങളോ കറുത്ത മാസ്കോ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ഗൈസ്, വി ആർ നോട്ട് ലിവിങ് ഇൻ നോർത്ത് കൊറിയ. ഐ മീൻ, നീയും ഞാനും ഇവിടെ ഇരിക്കുന്ന 4 പേരും വോട്ട് ചെയ്ത് കയറ്റുന്ന ഇപ്പോൾ വി ഷുഡ് അറ്റ്ലീസ്റ്റ് ഹാവ് ദ റൈറ്റ് ടു വിയർ വാട്ട് എവർ ദ ഫക്ക് വി വാണ്ട്. ഏതോ ഒരാൾ മണ്ണന്തല ജംഗ്ഷനിൽ വന്നെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർഡ്രോബിൽ നിന്ന് 3 കളറിൽ 2 മാറ്റി വെക്കണമെന്ന് പറയും. ഇറ്റ്സ് അൻ അബ്സേർഡ് ഐഡിയ. അത് എങ്ങനെ കേരളത്തിലെ ജനത, ഐ മീൻ ഐ അണ്ടർസ്റ്റാൻഡ്, എന്തെങ്കിലും ലോജിക്ക് നിങ്ങളുടെ സർക്കാർ ഇതിന് കാണും. ഇവർക്ക് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ യൂത്ത് അല്ലെങ്കിൽ SFI, ഹൗ ഡിഡ് യു ഗൈസ് കൺവിൻസ് യുവർ സെൽഫ് ദാറ്റ് ദിസ് ഇസ് റൈറ്റ്? The thing is, I myself was an AISF member back in college, and ഞാൻ ഒരു SFI കാരനായിരുന്നു. ഇവൻ കോളേജിൽ ഇലക്ഷന് നിന്ന് SFIയുടെ നിന്നിട്ട് എന്തോ ഫസ്റ്റ് ഇയർ റെപ്പൊക്കെ ആയി ഇലക്ഷൻ ജയിച്ച ആളാണ്. ബട്ട് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ ഇൻ ദിസ് ഗവൺമെൻറ് ഈസ് അബ്സേർഡ് ഗൈസ്. വെളിയിലുള്ള രാജ്യത്തൊക്കെ പറയുന്നത്, ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. അവർ കാണുന്നത് നോർത്ത് കൊറിയ, ചൈന, പിന്നെ കേരള, ഇത് 3 അവരൊരു എക്സാമ്പിളായിട്ട് പറയും. എന്തോ അറിയാവോ? മങ്കീസ് ജീവിക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ബിക്കോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചൈനീസ് പ്രസിഡൻറ്റ് വരുമ്പം എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഫ്ലാഗ് വേവ് ചെയ്യും, ലൈക്ക് പപ്പറ്റ്സ്. ഹാവ് യു സീൻ ദ വീഡിയോസ്? എല്ലാവരും. ഇറ്റ്സ് എ ഫോഴ്സ്ഡ് തിങ്. അതുപോലെ തന്നെ നോർത്ത് കൊറിയയിലെ ആൾ വരുമ്പോൾ
കിം ജോങ് ഉൻ വരുമ്പോൾ എല്ലാവരും എണ്ണീറ്റ് നിന്ന് ഇതുപോലെ കൈയടിക്കും. ഇറ്റ്സ് എ മസ്റ്റ്. അതുപോലെ ഫോറിനേഴ്സും വെളിയിലുള്ളവരും കണ്ടിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം വേറെ ഉള്ളത് കേരളയാണ്. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഇങ്ങനെ കാണിക്കുക, ഈ ഗുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുക. അല്ല, വാട്ട്സ് ദ മീനിങ് ഗൈസ്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡറിനെ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ഗോ ടോക്ക് ടു ഹിം, ഗോ വോട്ട് ഫോർ ഹിം. ആനാ നിങ്ങൾക്ക് അടുപ്പമുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഈ ലീഡർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഈ ഗുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന എത്ര പേർക്ക് ഇതിന്റെ അർത്ഥം അറിയാം? ഞാനൊരു കാര്യം പറയട്ടെ, there was a time when Kerala needed communism. That was like 100 years ago. പക്ഷെ ഇപ്പോഴും അവരുടെ PR ടീമും എല്ലാം പിന്നക്കിൾ വർക്കിങ്ങിലായതുകൊണ്ടാണ് they still convince people to do. വോട്ട് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി ഒരു പാർട്ടിനെ നോക്കിയിട്ടായിരിക്കരുത് വോട്ട് ചെയ്യുന്നത്. അതെ അതെ. If the person is capable of do something great for the people. ഞാനിപ്പം പുതിയതായിട്ടൊരു ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്നാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ തലപ്പത്തിരിക്കുന്നത് ബിഹൈൻഡ് ദ ബ്രെയിൻസ്, they are beautiful. അവരാണ് കമ്മ്യൂണലിസം ഏറ്റവും കൂടുതൽ ക്യാഷ് ചെയ്തവർ. കമ്മ്യൂണലിസം എന്തെന്ന് അറിഞ്ഞുകൂടെങ്കിൽ ഇൻവോൾവ്മെന്റ് ഓഫ് റിലിജൻ ഓർ എന്താ പറയുക, മതം, ജാതി, അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ പൊളിറ്റിക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ സ്ഥലത്തും ഓരോ കാൻഡിഡേറ്റിനെയും ഏറ്റവും കൂടുതൽ ക്യാഷ് ആക്കാൻ ശ്രമിക്കുന്നത് ദെയർ റിലിജൻ ആൻഡ് ദെയർ കാസ്റ്റ്. അത് ഇത്രയും വെടിപ്പായിട്ട് നിങ്ങൾ എന്താ മുസ്ലിം ഡോമിനേറ്റ് മലപ്പുറത്തൊക്കെ എടുത്ത് നോക്ക്, കമ്മ്യൂണിസ്റ്റുകാരുടെ കാൻഡിഡേറ്റ് കാസർഗോഡ് എടുത്തു നോക്ക്, കോഴിക്കോട് എടുത്തു നോക്ക്. അതേസമയം ഇങ്ങോട്ട് വരുമ്പോൾ എടുത്തു നോക്ക്, അവർ മതം വരെ ചൂണ്ടി അവർ കളിക്കണം. അത് മാത്രമല്ല, ഇത് കമ്മ്യൂണിസ്റ്റിനെ ചൂണ്ടിക്കാണിക്കാനുള്ള പോഡ്കാസ്റ്റ് ഒന്നുമല്ല. നമ്മൾ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ഓബിയസ്ലി ഐ തിങ്ക് ദിസ് ഈസ് എ പ്രശ്നം ടു കമ്മ്യൂണിസം റൈറ്റ് നൗ. വി യൂസ് ടു ലവ് കമ്മ്യൂണിസം ബാക്ക് ഇൻ കേരള, പക്ഷെ ഇപ്പം അങ്ങനല്ല. BJP അതാ ഞാൻ പറയുന്നത്. ഞാൻ പുതിയതായിട്ടൊരു മെത്തേഡ് ചൂസ് ചെയ്തു. അത് നിങ്ങളെല്ലാവരും ചൂസ് ചെയ്താൽ കേരളത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഇനി മുതൽ എനിക്ക് പാർട്ടിയില്ല. ഐ വിൽ ഗോ വോട്ട് ഫോർ ഹൂഎവർ ഡിഡ് ബെസ്റ്റ് ലാസ്റ്റ് 4 years എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് കാൻഡിഡേറ്റ് ആയിട്ട് തോന്നുന്ന ആൾ. ഇപ്പം ഈ വട്ടം ഇവിടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാരനെയാണ് നമുക്ക് നല്ലത് ചെയ്യുന്നതെങ്കിൽ ഞാൻ അടുത്ത വട്ടം അയാൾക്ക് വോട്ട് ചെയ്യും. അടുത്ത വർഷം 4 വട്ടം BJP-കാരനാണ് നല്ലോണം ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഞാൻ വോട്ട് കൊടുക്കും. കാരണം അവിടെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. നമ്മൾ ഓരോ ആളുകളെ ചൂസ് ചെയ്തിട്ടാണ് വോട്ട് ചെയ്യുന്നെങ്കിലും at least they would understand that people are no longer blindly believing in them. They would be forced to do something that is ultimately beneficial for us. സോ ഒരു പബ്ലിക്കിലെ എൻ്റെ ഒരു വ്യൂ കാഴ്ചപ്പാടോ സ്വതന്ത്രന്മാർ കൂടുതൽ വരുന്നതായിരിക്കും എപ്പോഴും 100%. ഞാൻ എപ്പോഴും ഇവരോട് എല്ലാവരോടും സംസാരിക്കാൻ പറയുന്നതാണ്, വി നീഡ് അറ്റ്ലീസ്റ്റ് 10 പൊളിറ്റിക്കൽ ഡോമിനന്റ് പാർട്ടീസ് ഇൻ കേരള. 1 or 2 വരത്തില്ല. ഈ ഇടതും വലതും ഭരിച്ചാൽ ചില ജാതിയുടെയും മതത്തിൻ്റെയും കയ്യിലാണ് പവർ. വലതുപക്ഷം ജയിച്ചാലും ഇടതുപക്ഷം ജയിച്ചാലും ചില കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണ് പവർ. അത് നമ്മൾ മനസ്സിലാക്കി വരുന്നുണ്ട്. ഞാൻ ആരെപ്പറ്റിയാണ് എന്താണ് പറയുന്നതെന്ന് ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്ക്ലോസ് റൈറ്റ് നൗ. തുടരെ ബ്രേക്കിംഗ് ഡൗൺസ് ഉണ്ടാവും. പക്ഷേ ഞാൻ പറയാണ്, വി നീഡ് ബെറ്റർ പൊളിറ്റിക്കൽ പാർട്ടീസ്. അതുകൊണ്ട് ഒന്നെങ്കിൽ ഇടത് അല്ലെങ്കിൽ വലതെന്ന് പറയാൻ പറ്റില്ല. 5 അല്ലെങ്കിൽ 10 ഹൈലി കോമ്പറ്റീവ് ആയിട്ടുള്ള പാർട്ടീസ് വരുമ്പോൾ എവ്രിബഡി വിൽ ബി ഫോഴ്സ്ഡ് ടു കോമ്പീറ്റ്. ഞാൻ വേറൊരു കാര്യം ഞാൻ ഇപ്പോൾ ആലോചിക്കരുത്. സോ യു ആർ അസ്റ്റോണിഷ്ഡ് ബൈ ദ ഫാക്ട് വൈ പീപ്പിൾ സ്റ്റിൽ സപ്പോർട്ട് കമ്മ്യൂണിസം. ഐ ആം നോട്ട് അസ്റ്റോണിഷ്ഡ് ബിക്കോസ് അവർ അത്രയും വലിയൊരു വി ആർ പീപ്പിൾ ഹൂ ബൈ ദ ലേറ്റസ്റ്റ് ഫോൺ എവറി ഇയർ. നമുക്ക് വേണ്ടെങ്കിൽ തന്നെ നമ്മൾ നമുക്ക് വേണം എന്ന് പറയും. ഇതെല്ലാം പരസ്യമാണ്. PR ടീമിന്റെ പരസ്യമല്ല, ഞാനത് കറക്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ പറയാം. ഈ ഫ്രം ദ ചൈൽഡ് ഒരു 10 വയസ്സിന് മുന്നേ തന്നെ they are drawn into this concept. അതെ, ടീച്ച് them young. യെസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിക്കേണ്ടത്. ഞാൻ കോളേജിൽ ഡോമിനൻ്റ് ആയിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കൊച്ചിലെ തന്നെ പാർട്ടീൻ്റെ അകത്ത് ഇപ്പം റെഡ് കാഡറ്റ് ആയിക്കോട്ടെ, അല്ല എന്താ പറയണ അങ്ങനത്തെ കുറെ ഡിവിഷൻസ്, സംഘപരിവാറിന്റെ അതിന്റെ പിള്ളേരുടെ ഒക്കെ ഡിവിഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഈ യങ്സ്റ്റേഴ്സിനെ പിടിച്ചിടുന്നതിന് ഗുണം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്, അവൻ അവിടുത്തെ പാർട്ടി സെക്രട്ടറിയോ പ്രസിഡന്റോ എന്തോ ആയിരുന്നു. ഹിസ് ആക്ച്വലി ഭയങ്കര ലോക വിവരമുള്ളൊരു മനുഷ്യൻ.
ഹി ഈസ് റീഡിങ് ഓൾ ദോസ് തിങ്സ്, കിടിലം സിനിമ ആണെന്ന്. പക്ഷേ പാർട്ടീൻ്റെ ഒരു തെറ്റ് ഹി കാൺട്ട് ആക്സെപ്റ്റ്. ഹീസ് എ ബ്ലൈൻഡ് ഗൈ. അതെ, സി ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെ പൊളിറ്റിക്കൽ അലയൻസ് വ്യൂ പോയിന്റ്സും എല്ലാം ഒരു പാർട്ടിയായിട്ട് അലൈൻ ചെയ്യുന്നെങ്കിൽ യു ആർ എ ബ്ലൈൻഡ് ഗൈ, യു ആർ നോട്ട് എ ഫ്രീ തിങ്കർ. നിങ്ങൾ ഒരു പാർട്ടിയിൽ ചേർന്നിട്ട് ആ പാർട്ടി പറയുന്ന എല്ലാം ശരിയാണെന്ന് പറയുന്നത് ഇറ്റ്സ് റോങ് ഡ്യൂഡ്. യു ഗൈസ് ആർ റോങ്. അതെ, വി ആർ നോട്ട് സേയിങ് ദിസ് ടു ഹാം എനിബഡി. No, എനിക്ക് no. ഇങ്ങനത്തെ തെറ്റ് തന്നെ പറ്റിയത്, ഇനി അങ്ങനെ ഒരു മണ്ടത്തരം പറ്റി. അതുകൊണ്ട് ഗൈസ് തിങ്ക്. ഞാനും എൻ്റെ കരിയറിൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ കുറച്ച് നാൾ ചെങ്കൊടി പിടിച്ചുകൊണ്ട് നടന്ന ആളാണ്. ഐ വാസ് ഡീപ്ലി ഡ്രോൺ ഇൻ ടു ദിസ് ബൈ പാഷൻ, കമ്പാഷൻ, പഠിക്കുക, And films. വളരുക ആൻഡ് ഫിലിംസ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഇതിൽ വന്നതാണ്. ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് ഞാൻ പറയുന്നു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഐ ഗെറ്റ് ടു നോ ഹൗ ദിസ് പൊളിറ്റിക്കൽ പാർട്ടി വർക്ക്സ്. ആൻഡ് ഇത്രയും പ്രശ്നകരമായ അല്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ കൂടെ പാർട്ടി ലീഡേഴ്സ് എല്ലാവരും വൃത്തികെട്ടവരാണെന്നല്ല പറയുന്നത്. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദ ബേസ് ലെവൽ വിച്ച് ഐ വാസ് വർക്കിംഗ് ഓൺ വാസ് വെരി ബാഡ് ആൻഡ് ഐ വിത്ഡ്രോഡ് ഫ്രം ദം. എനിക്കൊരു ക്വസ്റ്റ്യൻ. Yeah. എൻ്റെ കോളേജിൽ പഠിച്ചപ്പം ഞാൻ മെജോറിറ്റി കണ്ടേ പാവപ്പെട്ട പിള്ളേരുടെ എന്ന് പറഞ്ഞാൽ ഫീസൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്പ്ലെൻഡറിൽ നടക്കുന്നതും അങ്ങനത്തെ ബസ്സിൽ വരുന്ന പിള്ളേരല്ല SFI. പക്ഷെ അതേസമയം ഇത്തിരി കാശുള്ള കാറും ബൈക്കും. Why is that division still relevant and what is the relevancy of that division? അതിന് ചെറുതായിട്ടൊരു കാര്യം പറയാം. SFI നിന്നാൽ നിങ്ങൾക്ക് 30ാമത്തെ വയസ്സിൽ 4 പോലീസ് കേസും 2 കുത്തു കേസും എന്നിട്ട് കേസ് ഇന്നാലും കിട്ടും. പക്ഷേ SFI നിന്നാൽ ഇതും കിട്ടും, പിന്നെ പട്ടിണിയും ദാരിദ്ര്യവും കിട്ടും. കാരണം നിങ്ങളുടെ 5ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലെ സുഹൃത്ത് SFI എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾ ഇപ്പോഴും ഏതെങ്കിലും മൂലയിൽ SFI എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരിക്കും. ആൻഡ് അത്രയൊക്കെ കാണും. അതേസമയം കോൺഗ്രസ്സിലാണെങ്കിൽ ദേ പ്രിഫർ മണി മാറ്റേഴ്സ് മോർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാപിറ്റലിസ്റ്റിക്. മറ്റേ അവിടെ ഒരു SFI കാരൻ ഒരു 10 വർഷം ജോലി ചെയ്താൽ ഹി വിൽ ഹാവ് സർട്ടൻ പവർ ഇൻ ഹിസ് വില്ലേജ്. അവന് പോലീസിനെ വിളിക്കാം, അതിന് മറ്റേത് ചെയ്യാം, മറിച്ചേത് ചെയ്യാം, വാക്കാനുള്ള കുറച്ച് പവർ കിട്ടും. അതേസമയം ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ അവൻ്റെ അക്കൗണ്ടിൽ ഒരു 1 ലക്ഷം രൂപ കാണും 10 വർഷം വർക്ക് ചെയ്താൽ. അതേസമയം BJP-കാരനാണെങ്കിൽ ഐ ലവ് BJP ഇൻ ദി എന്താ പറയുന്നത് നാഷണൽ ലെവൽ, ബട്ട് കേരള പൊളിറ്റിക്സിലെ BJP ഷിറ്റ് മാൻ ബ്രോ. വി ഡോണ്ട് ഞാൻ തുറന്നു പറയാണ്, സുരേഷ് ഗോപിയെ പോലുള്ള കാൻഡിഡേറ്റ്സിനെ BJP-യിൽ ഇനിയും വെച്ചാൽ സിനിമാ നടന്മാരെ, ബിസിനസ്സുകാരെ, പിന്നെ നാടക നടിമാരെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മീ ഹൂ ലവ്സ് BJP, ഞങ്ങളെ പോലുള്ള ആളുകൾ വി വോണ്ട് വോട്ട് ഫോർ യു ഗൈസ്. അതേപോലെ തന്നെ ഐ എം നോട്ട് എ വെരി, പണ്ട് എനിക്ക് ഇത്തിരിയുടെ BJP ഇഷ്ടമാണോ, ഇപ്പൊ ഐ എം നോട്ട് വെരി ഫോണ്ട് ഓഫ് BJP. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനോട് കണക്കുള്ള കാൻഡിഡേറ്റ്സിന് ഒന്ന് ബ്ലൈൻഡഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ല കാൻഡിഡേറ്റ്സ് വന്നാൽ വോട്ട് ചെയ്യാൻ BJP-ക്കാർ ഒത്തിരി തയ്യാറാണ്. പക്ഷെ ദ കാൻഡിഡേറ്റ്സ് ദേ ആർ ത്രോയിങ് അറ്റ് ദ പബ്ലിക്. എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിനെ മണ്ടന്മാരായി? സുരേഷ് ഗോപി എന്താണ് നായർ സഭയുടെ പരസ്യമോ? എല്ലായിടത്തും വന്ന് അടുത്ത ജന്മമെങ്കിലും എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കണം. ബ്രോ, ബ്രാഹ്മണനല്ലാത്തവർക്കൊന്നും ജനിക്കണ്ടേ? വാട്ട് ദ ഫക്ക്? രാജിവെച്ചിട്ട് ദൂരെ പോ. ഇനി തൃശ്ശൂര് കൊടുക്കൂല, ഇനി തൃശ്ശൂരും ഇല്ല, ഇനി ഒന്നുമില്ല. BJP ഹാഡ് 1 ചാൻസ്. തൃശ്ശൂർ പിടിച്ച് ഇനി അടുത്ത അക്കൗണ്ടുകൾ തുടങ്ങാൻ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. And they chose the worst candidate for it. വേറെ നമ്മുടെ BJP-ക്കാരുടെ പൈസയുണ്ട്, കള്ളപ്പണമുള്ള തേങ്ങയാണല്ലോ അവർ. എന്ത് പണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ BJP is throwing million. ശോഭാ സുരേന്ദ്രൻ ഇതിലേക്കൂടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അതിലേക്കൂടി ഇങ്ങനെ ഒരു കോൺവോയ്ക്ക് പോകുമായിരുന്നു ഞാൻ കാനഡയിൽ പോകുന്നതിന് മുന്നേ 4 years back I think. And she was having like 4 Land Cruiser just as a convoy. അതെങ്ങനെയാണ്? മണി മാറ്റേഴ്സ് ബ്രോ. ബാഡി ലാൻഡ് ക്രൂസർ 4 എണ്ണമൊക്കെ കോൺവോയ് ആയിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, എനിക്ക് ഇതിന്റെ ഫിനാൻസിനെ പറ്റി അറിഞ്ഞൂടാ. ബട്ട് ഞാൻ പറയട്ടെ, ഗാസയെ പറ്റി നമുക്ക് പറയാം. അതിന് മുന്നേ റോക്കി ബായ് കുറച്ച് നേരമായിട്ട് സൈലന്റ് ആണ്. റോക്കി ബായ്, വാട്ട് ഡു യു തിങ്ക് ഈസ് ഹാപ്പനിങ് ഇൻ ട്രിവാൻഡ്രം പൊളിറ്റിക്സ്, കേരള പൊളിറ്റിക്സ്? ആസ് എ വോട്ടർ എനിക്ക് പറയാനുള്ളത് എലി പറഞ്ഞ പോലെ ഒരു പാർട്ടിയെ നോക്കാതെ നിങ്ങൾ
നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിന് നല്ലത് ചെയ്യുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. അതിപ്പോ അയാൾ ഏത് പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ അത്ര എനിക്ക് പറയാം. പക്ഷെ എന്നാലും എലാബറേറ്റ് അത് എന്താ നിങ്ങൾക്ക് ഇപ്പം വാട്ട് ഡു യു സെൻസ് ഹാപ്പനിങ് ഇൻ കേരള? എനിക്ക് സത്യം പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. ഉള്ള കാര്യം പറയാം. അതെ, ഞങ്ങൾക്ക് വെറുത്തുപോയി ഗൈസ്. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, പാർട്ടിയിൽ ഇലക്ഷൻ നടക്കുകയാണ്, 3 കാൻഡിഡേറ്റ്സിന് ഓരോ പാർട്ടി വെച്ചു. നിങ്ങൾക്ക് ആരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ വിൽ സേ ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു ഗോ വോട്ട് ഫോർ ദ റോങ് കാൻഡിഡേറ്റ്. ഇറ്റ്സ് ലൈക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 5-year പ്ലാൻ 3-year പ്ലാൻ ഇതൊക്കെ നിർത്തലാക്കണം. ഈ നമ്മൾ ജയിപ്പിച്ച് വിടുന്ന ആളുകൾ നമ്മളുടെ നാടിനോ ആളുകൾക്കോ വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവരെ മാറ്റാനായിട്ടുള്ള ഇംപീച്ച്മെന്റ് ലോ നമ്മുടെ രാജ്യത്ത് വരുന്നതിനെതിരെ നമ്മൾ എന്തിനാ 5 വർഷം ഈ ഒന്നും ചെയ്യാത്തവരെ സഹിച്ചിരിക്കണം? ആൻഡ് വി ആർ റിപ്പീറ്റഡ്ലി ടെല്ലിങ് us അടുത്ത വർഷം അല്ലെങ്കിൽ നെക്സ്റ്റ് ടേമില് ഓക്കെ UDF-ന് വോട്ട് ചെയ്ത് LDF-ന് ചെയ്യാമെന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കാണ്. പക്ഷെ ഈ പോകുന്ന 5 വർഷം നമ്മൾ അടയ്ക്കുന്ന ടാക്സും കൂടെയാണ് ഇവന്മാർ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ആളുകൾക്ക് സേവനം ചെയ്യാത്തവരെ റീപ്ലേസ് ചെയ്യാനുള്ള രീതിയിൽ വേണം നിയമം വരാൻ. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് അതൊന്നും ഇനി നമ്മുടെ രാജ്യത്ത് ഇംപീച്ച്മെന്റിന്റെ നിയമം വരാൻ നോക്കി. ഇപ്പൊ നമ്മുടെ പാർലമെന്റിൽ 417 പേരുണ്ടായിരുന്നു. യൂണിലാറ്ററലി ആദ്യമായിട്ടാണ് ഒരു ബില്ല് പാസ്സാവുന്നത്. ഇത് വേണ്ട. This happened around 9 or 10 years ago. These people are earning too much. പൊളിറ്റിക്സിൽ നിന്ന് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുദ്രാവാക്യം വിളിക്കുന്നവർക്കൊന്നും ഒന്നും കിട്ടുന്നുണ്ടാവില്ല. ലൈക്ക് ബ്ലഡ് ലൈനിലുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന പാർട്ടിയുടെ ഫോളോവർ ആണെന്ന് പറഞ്ഞ് മണ്ടനായിട്ട് ഫോളോ ചെയ്യുന്നതാണെന്നാണ് എന്റെ ഒരു കോൺസെപ്റ്റ്. കേരള പൊളിറ്റിക്സ് ഈസ് ലൈക്ക് ഗെയിം ഓഫ് ത്രോൺസ്. അച്ഛൻ വരുന്നു, അമ്മ വരുന്നു, മാമൻ വരുന്നു. ഇന്ത്യൻ പൊളിറ്റിക്സ് കുറച്ച് ബാഡീസിന്റെ ഡാഡി ഉണ്ടായിരുന്നല്ലോ BJP-യിലുള്ള. തിരുവനന്തപുരത്തുള്ള അയ്യോ നമ്മുടെ ചാങ്ക് കൃഷ്ണകുമാർ ബെസ്റ്റ് കാൻഡിഡേറ്റ് എവർ. പുള്ളിയെ ഇങ്ങോട്ട് ഇട്ട് തന്നാൽ മതി, ഞങ്ങൾ എല്ലാവരും ജയിപ്പിച്ച് തരാമെന്ന്. BJP, who is choosing your candidates in Kerala? Bro, നിങ്ങൾ 3 കാൻഡിഡേറ്റ്സിന് 5 കാൻഡിഡേറ്റ്സിനെ എടുക്കുമ്പോൾ അതിനകത്ത് 3 പേര് സിനിമ നടന്മാരാവുക. Are you guys taking bribe? കാരണം കാശുള്ളവന്മാർക്ക് മാത്രമേ ഇലക്ഷൻ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇനിയും കേരള യൂത്ത് ഇതുപോലെ ആയിരിക്കില്ല. ഇത് കാണുന്നവർ മനസ്സിലാക്കുക. നിങ്ങൾ പഴയ വികാരചലിതമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വോട്ടിംഗ് നിർത്താറായി അല്ലെങ്കിൽ മരിച്ചു പോകാറായി. ന്യൂ ജനറേഷൻ ഈസ് കമ്മിങ്. ദ പീപ്പിൾ ഹൂസ് ഗോണ വോട്ട് ഫോർ യു ഈസ് ന്യൂ യങ് എഡ്യൂക്കേറ്റഡ് മെൻ ആൻഡ് വുമൺ. അതെ, പിന്നെ വേറെ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ ഈസ് ടു മച്ച്. മറ്റേ മെക്സിക്കൻ അപാരതയ്ക്ക് എന്തുവാടെ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ മൂവീസ് ഒക്കെ ഇറങ്ങി ആരാണ്? ഞാൻ തന്നെ കമ്മ്യൂണിസ്റ്റ് ആയി പോയി. വേറെ നമ്മുടെ ധ്രുവരാധയുടെ കേസ് അറിയാവോ? ഇല്ല. ധ്രുവരാധ എന്ന് പറയുന്ന ഒരു മച്ചാൻ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് മച്ചാൻ മാത്രം വിചാരിച്ച് കുറച്ച് മണ്ഡലങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ ദ പവർ ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ്. ബട്ട് ഇൻ ദ റോങ് ഹാൻഡ്സ് ഭയങ്കര ഡെഡ്ലിയാണ്. സോ പൊളിറ്റിക്സിനെ കുറിച്ച് നമുക്ക് നടത്താം ഇത്തരം പറഞ്ഞുകൊണ്ട്. ആൾക്കാരെ നമുക്ക് വോട്ട് ചെയ്യും. എല്ലാ പാർട്ടിയും കള്ളന്മാരാ. ഗൈസ്, കള്ളന്മാർക്ക് വോട്ട് ചെയ്യണ്ട. നിങ്ങൾ രാവിലെ എണ്ണീറ്റ് പോവാണ്, 3 കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ 4 കാൻഡിഡേറ്റ്സിനെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നോട്ട കുത്തുക. കാരണം അവന്മാർക്ക് മനസ്സിലാവട്ടെ, അടുത്ത 2-3 ഇലക്ഷനിൽ മനസ്സിലാവട്ടെ, പണ്ടത്തെ പോലെ കളിപ്പിക്കാൻ പറ്റത്തില്ല. മറ്റേ റോഡിൽ കൂടെ നിൽക്കുമ്പോൾ രാജീവേട്ടാ വരണേ വോട്ട് ചെയ്യാൻ, കുപ്പി തരാം. ഇറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ ഗൈസ്. റൂൾ മാറണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരാൾ ഇന്ന മണ്ഡലത്തിൽ നിൽക്കുകയാണ്, അയാൾ ലിസ്റ്റ് ചെയ്യണം ഇന്ന കാര്യങ്ങൾ ഈ വരുന്ന ഒരു ടേം കൊണ്ട് ഞാൻ ചെയ്ത് തീർക്കും. ആൻഡ് പീപ്പിൾ ഷുഡ് തിങ്ക് ലൈക്ക് നമ്മൾ തന്നെ ഒരു ഡിമാൻഡ് വെക്കണം. ഇത്ര നാളുകൾക്കുള്ളിൽ ഇന്ന കാര്യങ്ങളെങ്കിലും ചെയ്തെങ്കിൽ മാത്രം യു ആർ ഏബിൾ ടു കണ്ടിന്യൂ ഇൻ ദിസ്. യഥാർത്ഥ രാജ്യസ്നേഹം അല്ലെങ്കിൽ പൊതുസേവനമാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദേ നെസസറിലി ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു പവർ. കാരണം MLA അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് അല്ലെങ്കിൽ മന്ത്രി ആയാലേ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ആൾ എത്രത്തോളം ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിക്കണം. കാരണം എനിക്കിപ്പോൾ ഒരാളെ സഹായിക്കണം, എനിക്ക് പൊതുസേവനം വേണമെങ്കിൽ നാളെ ഞാൻ ഇറങ്ങിപ്പോയി എനിക്ക് ഈ ജംഗ്ഷൻ മൊത്തം തൂക്കാം, അവിടെ 2 ഡസ്റ്റ്ബിൻ വാങ്ങിച്ച് വെക്കാം, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ ഇതൊന്നും ആരും ചെയ്യുന്നില്ല. തന്നെയാണ് ഈ വോട്ട് ചെയ്യാൻ പോകാത്തത്. മറ്റേ ഇവര് പറയൂല ഈ ഓരോ വാഗ്ദാനങ്ങളും കൊണ്ട് വീട്ടിൽ കയറി വരും, എനിക്ക് വോട്ട് ചെയ്യണം, എനിക്ക് പിന്നെ ഇവനെ ഒന്ന് മഷി ഇട്ട് നോക്കി അവിടെ കാണില്ല.
ഞാൻ വേറെ കാര്യം പറയട്ടെ, എസ്പെഷ്യലി കമ്മ്യൂണിസം കാണിക്കുന്ന ഏറ്റവും വലിയ എത്ര യൂസിങ് പോലീസ് ആസ് ദെയർ പപ്പറ്റ്. ബ്രോ ഭയങ്കര പോലീസുകാരുടെ വില ഇൻ യൂത്ത് ഇൻ ജനറൽ പട്ടി വില കേട്ടിട്ടുള്ള കാര്യം പറയാറില്ല. ബ്രോ പറയാതിരിക്കാൻ വയ്യ. പോലീസുകാർ ഞാൻ പഠിക്കാൻ പോയി. ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്ന വേറൊന്നും കൊണ്ടല്ല, ഞാൻ പെട്ടെന്ന് വന്ന് കേരളം കണ്ട് ഷോക്കായിപ്പോയി. വലിയ പഠിക്കാനൊന്നും അല്ല പോയത്, എന്നാലും ഐ വാസ് നോട്ട് ഹിയർ ഫോർ 3 years. തിരിച്ചു വന്നപ്പം ഐ വാസ് മോസ്റ്റ് സർപ്രൈസ്ഡ് ബൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പോലീസ്. പോലീസ് നമുക്ക് അവിടെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ തടഞ്ഞു നിർത്തും. സാർ നിങ്ങളൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങും, ഇന്നതൊക്കെയാണ് പ്രശ്നം, നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്തണ്ടേ എന്ന് പറഞ്ഞാണ് നമ്മൾ കൊന്നിട്ട് പോയാലും ഇങ്ങനെ അവർ ചെയ്യുന്നത്. ഇവിടെ എന്തുവാട് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ നിർത്തടാ, നീ എവിടെ പോകുന്നടാ, താ വെച്ചൊരു തെറി, എന്നിട്ട് ഡോർ അടച്ചിട്ട് നമ്മൾ വെറുതെ പോന്നു അങ്ങനെ ഇങ്ങനെയാന്ന് പറയുമ്പം മാ വെച്ച് വേറൊരു തെറി. ഐ മീൻ നീയൊക്കെ നിന്റെ വീട്ടിൽ പോയി നിന്റെ മക്കളെ വിളിക്കടേ, ഭാര്യയെ വിളിക്ക്, നാട്ടുകാരെ എന്തിനു വിളിക്കുന്നത്? ഇഫ് യു ഹാവ് പ്രോബ്ലംസ് അറ്റ് യുവർ ഹോം നിങ്ങൾ വീട്ടിൽ തീർക്കണം. നിങ്ങൾ വീട്ടിൽ ഭാര്യയോ മോനോ ആയിട്ട് അടി ഉണ്ടാക്കി അത് നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് ഇറക്കാൻ നിൽക്കരുത്. ഇവിടെ നമുക്ക് സിറ്റിസൻസിനുള്ള റൈറ്റ്സിനെ പറ്റി ആർക്കും അറിഞ്ഞുകൂടാ. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെയാണ് സാറിന് വിളിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരിക്കലും ഒരു സിറ്റിസണിന് ഒരു പോലീസുകാരനെ കാണുമ്പോൾ സാറേ എന്ന് വിളിക്കേണ്ട നിയമമൊന്നുമില്ല. യു ആർ അവർ സർവൻസ്, നിങ്ങൾ പബ്ലിക് സർവൻസ് ആണ്. നമുക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു തരണം. പിന്നെ നാട്ടിലെ ക്രമസമാധാനത്തിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് അധികാരങ്ങൾ ചില സമയത്ത് തരുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ കണ്ണി കാണുന്ന 17-18 വയസ്സുള്ള പിള്ളേരെ എൻ്റെ അനിയനെയൊക്കെ തായും മായും വെച്ച് തെറി വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ്. നമ്മൾ വിചാരിക്കുന്ന വേറൊന്നുമല്ല. അയ്യോ ഈ സാറിന് വീട്ടിൽ ഭാര്യയ്ക്ക് എന്തോ പറ്റി, ഒന്നെങ്കിൽ ഭാര്യ ഒളിച്ചോടി, അല്ലെ ഭാര്യ വേറത്തിൻ്റെ കൂടെ പോയി കിടന്നു. അല്ലാതെ വെറുതെ നാരങ്ങ വെള്ളം കുടിക്കാൻ പോകുന്നവനെ എന്തിനാ ഈ തെറി വിളിക്കുന്നത്? രാത്രി വെള്ളി ശരിയാണ്, ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഡ്രഗ്സ് ഉള്ളവരെയോ ചെക്കിങ് ചെയ്യുകയോ മര്യാദക്ക് ചെയ്തുകൂടെ? ഇവർക്ക് എപ്പോഴും ഒരു പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല. നമ്മളെ അഴിച്ചുവിട്ട കുരങ്ങന്മാരെ പോലെയാണ് പല സംസ്ഥാനത്തെയും പോലീസുകാർ. അവർക്ക് പ്രൊഫഷണലിസം ഇല്ല, അവർ പ്രോപ്പർ യൂണിഫോം ഇല്ല. അവർക്ക് വണ്ടി തടഞ്ഞു നിർത്തണമെങ്കിലോ അവർ നമ്മളെ ചെക്ക് ചെയ്യണമെങ്കിലോ പ്രോപ്പർ ഷൂസ്, ടൈസ്, ലേസ്, ഹാറ്റ്, ബെൽറ്റ്, ബാഡ്ജ് എല്ലാം വേണം. ഇത് ഒരു ട്രൂ ലൈഫ് ഇൻസിഡന്റ് എൻ്റെ ലൈഫിൽ നടന്നത്. ഞാൻ പറയുന്നതിനും പ്രശ്നമില്ല. മണ്ണത്തല പോലീസ് സ്റ്റേഷനിലേക്ക് അതെ ഞാനും എന്റെ കൂട്ടുകാരന്മാരും അടുത്ത പോഡ്കാസ്റ്റ് ഇവൻ കാണൂല. ഞാനും എന്തോ ചെയ്യാന് ഞാൻ കണ്ണി കണ്ട ട്രൂ സ്റ്റോറിയാണ്. അതെ ഞാനും എന്റെ കൂട്ടുകാരന്മാരും ഗൂഗിളില് ടൂറിസ്റ്റ് ലൊക്കേഷൻ എന്ന് കോട്ട് ഓൺ കോട്ട് പറയുന്ന ഹൊറൈസൺ പാർക്കിൽ ഫോട്ടോ എടുക്കാൻ പോവാ. ഞങ്ങള് ക്യാമറ ഉണ്ട്. ഞങ്ങളിപ്പം ഞങ്ങള് കോളേജ് ഫസ്റ്റ് ഇയർ എന്തോ. അപ്പൊ ഞങ്ങള് എല്ലാവർക്കും ലൈസൻസ് ഒക്കെ കിട്ടി, എന്തോ പറയണ ബൈക്കൊക്കെ വെച്ചത് മറ്റേ ഹൊറൈസൺ പാർക്കിന്റെ മലയാളമുണ്ട്, ബൈക്കൊക്കെ വെച്ചത് ഫോട്ടോ എടുക്കാൻ പോവാ. ഞങ്ങൾ അപ്പൊ അവിടുത്തെ CI ഇങ്ങനെ എന്തൊക്കെയോ ജീപ്പിലിരുന്ന് എന്തൊക്കെയോ ഐ ഡോണ്ട് നോ വാട്ട് ഹി വാസ് ഡൂയിങ്. അതുകൊണ്ട് SI പെട്ടെന്ന് ഞങ്ങളുടെ കലിപ്പിടുന്നത്. കലിപ്പ് എന്ന് പറഞ്ഞാൽ മുട്ടൻ കരുതി നിനക്കൊക്കെ എത്ര ഭയങ്കര സീൻ. ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ ബോഡി തപ്പുന്നു, പോക്കറ്റ് തപ്പുന്നു, ഫോൺ തപ്പുന്നു, ഒന്നും കിട്ടിയിട്ടില്ല അവർക്ക്. ഞങ്ങളാണ് +2 പഠിക്കുന്ന CBSE പിള്ളേർ. ഞങ്ങൾ ഡെസി കുപ്പിന്ന് ജ്യൂസും ബർഗറും മേടിച്ചോണ്ട് പോയി. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ബർഗറും ജ്യൂസും പോയി. മണ്ണത്തല പോലീസ് ഇസ് ഗെറ്റിംഗ് ഫാറ്റർ ഗയ്സ്. ടാക്സ് മാത്രം കൊടുത്താൽ പോരാ, ജ്യൂസും ബർഗറും കൊടുക്കേണ്ടി വരും. അത് മറ്റേ കോമഡി ഒന്നുമില്ല. ദീപക് ഉണ്ടല്ലോ, അവൻ കൊക്കക്കോളയുടെ ബോട്ടിലുണ്ടായിരുന്നു. കൊക്കക്കോളയിൽ ഡ്രഗ്സ് ആണെന്ന് പറഞ്ഞ് കുടിച്ച് ടെസ്റ്റ് ചെയ്യുക, പകുതി വരാക്കി. അവൻ പറഞ്ഞപ്പോ ബോട്ടിൽ മേടിച്ച് തിരിച്ചു വന്ന് ജ്യൂസ് മേടിക്കാൻ ഞങ്ങൾക്കൊരു എളുപ്പ്, ഞങ്ങൾക്ക് പോയി ചോദിക്കാൻ ഒരു എളുപ്പ്. അങ്ങനെ സംഭവം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഞങ്ങളെ പോലീസ് SIയിൽ വണ്ടി കയറ്റി ഇങ്ങനെ പോവാ. അതുകൊണ്ട് SIയുടെ അടുത്ത് ഞങ്ങളിങ്ങനെ വണ്ടി കയറ്റി കൊണ്ടുപോവാ. അവന്റെ പ്രതികളെയൊക്കെ കൊണ്ടുവന്നു സെയിം. ഞങ്ങള് സാറേ എന്ത് പ്രശ്നം, ഡാഷ്മോന് കേറാ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ഞങ്ങളിത് കയറിയത് ഞങ്ങള് പൊക്കോണ്ടിരിക്കുക. എന്നാലും ഞങ്ങള് സാറിന്റെ അടുത്ത്, സാറേ എന്തിനാ? ഒന്നുമില്ല, നീക്ക് CIയുടെ സ്വർഗത്തെ കട്ടുറുമ്പായിട്ട് വന്നതിന്റെ ഈ ഡയലോഗാ പറഞ്ഞത്. CIയുടെ സ്വർഗത്തെ കട്ടുറുമ്പായിട്ട് വന്നതിന്റെ. ഞാൻ +2 കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ കോളേജിൽ പഠിക്കുമ്പോ ഞങ്ങളുടെ വണ്ടിയില് പൊല്യൂഷൻ വരെ അമ്മമാര് ചെക്ക് ചെയ്ത്, പൊല്യൂഷൻ, ലൈസൻസ്, RC, ഇൻഷുറൻസ് എല്ലാം ചെക്ക് ചെയ്ത്, എല്ലാം പക്ക ക്ലീൻ. എന്നിട്ട് ഞങ്ങളിങ്ങനെ പോയി
നീയൊക്കെ സിയുടെ സ്വർഗത്തെ കട്ടുറുമ്പ്. എന്നിട്ട് ഞങ്ങൾ അവിടെ കൊണ്ട് 4 മണിക്കൂർ നിർത്തി പോലീസ് സ്റ്റേഷനിൽ. ചുമ്മാ നിർത്തി. പോകുന്നവരും വരുന്നവരും ഞങ്ങളെ നോക്കി ചിരിച്ചിട്ട് പോകുന്നത്. അവസാനം വീട്ടുകാരെ വിളിച്ചിട്ട് വിട്ട്. ഈസ് എ സൈക്കോ മാൻ. അവിടുത്തെ സിയെ അന്നത്തെ സൈക്കോ. ബ്രോ ഞാൻ ഇനി പറയാണ്, എനിക്കും ഇതുപോലുള്ള ഇതുണ്ടായിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളെ പിടിച്ചോണ്ട് പോയിട്ടില്ലേ ഒരു കാര്യമില്ലാതെ എത്ര വട്ടം. ഈ പോലീസുകാരെ നിങ്ങൾ ജോലിക്കെടുക്കുമ്പോൾ ഇനിയുള്ള തലമുറയിലെ പിള്ളേർ കയറുമ്പം നിർബന്ധമായിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് അല്ല, നിങ്ങൾക്കൊരു മെൻ്റൽ ടെസ്റ്റ് കൂടെ തരും. നിങ്ങൾ മെൻ്റലി സ്റ്റേബിൾ ആണോ നോക്കിയിട്ട് നിങ്ങൾ ജോലിക്ക് കയറിയാൽ മതി. പിന്നെ വേറൊരു റീസൺ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ എന്തോ അറിയോ, ഹൊറൈസൺബർഗ് ഇസ് എ ബ്ലാക്ക് സോൺ. ബ്ലാക്ക് സോൺ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എന്തോന്ന്. ഗൂഗിൾ ടൂറിസ്റ്റ് ലൊക്കേഷൻ, 5 സ്റ്റാർ റേറ്റിംഗ്, പോകുന്ന വഴി ഒരു ബോർഡില്ല, പോകുന്ന വഴി ഞങ്ങളുടെ പറഞ്ഞു തരാൻ ആരുമില്ല, ഓപ്പൺ ഗേറ്റ്സ്, ഒരു മല. എന്നിട്ട് ഞങ്ങളുടെ ബ്ലാക്ക് സോണോ, നീ ഇന്ന് ഇവിടെ വന്നുവിടാന്ന്. ബ്ലാക്ക് സോണോ? എനിക്ക് ഇപ്പോഴും നിങ്ങൾ ഹൊറൈസൺബർഗ് എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്ക്, ടൂറിസ്റ്റ് ലൊക്കേഷന് ഫാമിലിയൊക്കെ നിൽക്കുന്ന പടമാണ്. എന്തോ സംഭവം എനിക്കറിയത്തില്ല, അത് ബ്ലാക്ക് സോണാ ഗൈസ്. നിങ്ങളവിടെ പോകല് മണി കിട്ടും. പ്രത്യേകിച്ച് ബർഗറും ജ്യൂസും അവിടെ കോക്കാച്ച് ഇപ്പോൾ അത് പിടിക്കും. സൂര്യ ഇതൊക്കെയാണ് ഇവരെ സീനായിരുന്നു. നിങ്ങള് അവിടെ നിൽക്കുന്ന പ്രതിയാണ്. ബ്രോ പോലീസിന് അത്ര അധികാരമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ സംബഡി ഈസ് കോളിങ് യു മാ താ പൂ, ടെൽ ദം ടു ബിഹേവ് നല്ലോണം. ഇല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ശരിയാണ്, ലോക്കലി അവർ ഇതാണ്, നമ്മളെ മൂഞ്ചിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദീസ് ഗൈസ് ആർ അവർ സർവൻസ്. സർവൻ്റ് എന്ന വാക്കാണ് ഗവൺമെൻറ് ഉപയോഗിക്കുക. പബ്ലിക് സർവൻറ്റ്, പബ്ലിക്കിനെ സർവ് ചെയ്യാൻ കാക്കി നിക്കറും കാക്കി ഷർട്ടും ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ, നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾ. നമ്മുടെ ഇത്തിരി പേടിപ്പിക്കുന്ന പോലെയല്ല, നമ്മുടെ വണ്ടി പെട്രോൾ തീർന്ന് നിന്നാൽ പോലീസിനെ വിളിച്ചാൽ പോലീസ് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വരണം. നിയമത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു അടുത്ത് നിൽക്കുക, നമ്മളെ എന്തെങ്കിലും ആരെങ്കിലും ആക്രമിക്കാനോ ചീത്ത വിളിക്കാനോ നോക്കി നമ്മൾ വിളിച്ചാൽ ഓടി വരണം. അതിനു വേണ്ടിയുള്ള ആളാണ് നിങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടി യൂണിഫോം ഇട്ട് നിൽക്കുന്ന ജോലിക്കാരാണ്. അത് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം മീഡിയ അങ്ങനെയാണ് അവരെ കാണിക്കുന്നത്. പോലീസുകാരെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പം കുറേ ജിമ്മന്മാർ വടിയായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. അതിന്റെ എല്ലാം സംഭവം എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് തന്നെ ആളുകളെ കൺട്രോൾ ചെയ്യുന്നു പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസ്സുകാരോ BJPക്കാരോ പ്രതിഷേധമോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ന്യൂസോ കുത്തിപ്പൊക്കുമ്പോൾ അടിച്ചമർത്താൻ പോലീസിനെ വേണം. ഇത് തന്നെയാണ് കോൺഗ്രസ് ജയിക്കുമ്പോഴും. അപ്പോൾ ഇനി ഈ ടോപ്പിക്ക് പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല, കാരണം നാട് നന്നാവാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നാട്ടിലെ പിള്ളേരെല്ലാം വെളിവിടുന്നത്. റോക്കി ഹൊറൈസൺബർഗ് ഷവർമയോ ജ്യൂസോ വേണ്ട, ബ്ലാക്ക് സോൺ ആണ്. അവിടെ പോയാൽ ബർഗർ കാണാതാവും. അതെ, ബർഗർ ബ്ലാക്ക് സോണിൽ വീണ അപ്പോഴേ രാവിലെ പക്ഷെ അത് അന്ന് ഞങ്ങൾ നോക്കുമ്പോ അത് മാത്രമല്ല വേറെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് രാത്രി ഞങ്ങളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പഠിക്കാൻ പോയ സമയത്ത് ഇതുപോലെ ചെക്കിങ് നടന്നിട്ടുണ്ട്. അതും മണ്ണന്തല സ്റ്റേഷനിലാണ്. ദാറ്റ് വാസ് 6 years ago 7 years ago. അത് ഞാനും ഇവരും കൂടെ രാത്രി എൻ്റെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് ബൈക്കിൽ പാട്ടൊക്കെ വെച്ച് നിക്കറൊക്കെ ഇട്ട് ബാഗിൽ കുറച്ച് ബുക്കൊക്കെ ആയിട്ട് പഠിക്കാൻ പോവുക. അപ്പോൾ പോലീസ് കൈ കാണിച്ചു, ചെക്ക് ചെയ്തു, ഊതിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോവുക. നാളെ സപ്ലി എക്സാമാണ്, നമ്മൾ ജയിക്കണം, കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവുക എന്നൊക്കെ പറഞ്ഞ അയാൾ ജീപ്പിനകത്ത് പോയി, നൈറ്റ് ഡ്യൂട്ടിയാണ് പുള്ളിക്ക്, കപ്പലണ്ടിയും പഴവും ഇത് എടുത്തുകൊണ്ട് തന്ന് ഞങ്ങൾക്ക് ഓരോന്ന് തന്നിട്ട് പഠിക്കാൻ വന്ന കൂട്ടുകാരന് ഒരെണ്ണം കൊടുക്കുന്നു പറഞ്ഞൊരു പഴവും തന്ന് വിട്ട പോലീസുകാർ നമ്മുടെ മണ്ണന്തലയിൽ തന്നെ ഉണ്ട്. സോ എൻ്റയർ പോലീസ് അങ്ങനെ ഞങ്ങൾക്ക് ഹേറ്റൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ കൊണ്ടാണ് ഈ സിറ്റി ഇങ്ങനെ പോകുന്നത്. പക്ഷേ മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള തീറ്റപ്പണ്ടാരങ്ങളെ എടുക്കുമ്പം നിങ്ങൾ പ്ലീസ് ബെറ്റർ ഫിൽട്ടർ. ഈ പുറവിലൂടെ നിയമിക്കുന്നവരെ പോലീസിൽ നിന്നൊന്നും ഒഴിവാക്കട്ടെ. എന്തായാലും നിങ്ങൾ അഴിമതി കാണിക്കുക, പോലീസിൽ നിന്ന് ഒഴിവാക്കട്ടെ, അത്രേ ഉള്ളൂ. സംഭവം. പിന്നെ let's bring up new topic. What do you think, bro? Eli, what do you think is happening with Israel and Palestine? Do you have any idea? അങ്ങനൊരു വാർ നടക്കുന്നത് ജനറൽ പബ്ലിക്ക് മറന്നുപോയെന്ന് തോന്നുന്നു. Do you know what's happening as a public? ആക്ച്വലി ഇതൊരു 1 month മുന്നേ ഡിസ്കസ് ചെയ്യുമായിരുന്നെങ്കിൽ എന്തൊക്കെയോ അറിയായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് completely gone, erased from the media. Yeah.
ഡു യു നോ? മീഡിയ ഓൾവേസ് നീഡ്സ് പുതിയ പുതിയ കാര്യങ്ങൾ. Yeah. അല്ലെങ്കിൽ ആളുകൾ ഇതാരും ഫോളോ അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഹൊറൈസൺ പാർക്ക് 4.8 ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഡിസ്ക്ലൈമർ ഉണ്ടെന്ന് ഫുഡ് കൊണ്ടുപോകല്ലെന്ന്. ഞാൻ ഇടാൻ ബ്ലാക്ക് സോൺ. ഗാസ മറന്നുപോയല്ല. യു ഡോണ്ട് നോ. No. ചേച്ചി Not വേറൊരു right now. സംഭവം, പോഡ്കാസ്റ്റുകളിൽ ഈ ഫീമെയിൽ വോയിസസ് ഭയങ്കര കുറവാണ്. യു വോണ്ട് ആഡ് സംതിങ് ടു ഇറ്റ്? വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ്? ബിക്കോസ് ഷൈ ആയിട്ടുണ്ടോ? അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലൈക്ക് ചില ആളുകൾ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും എല്ലാ പോഡ്കാസ്റ്റേഴ്സും സത്യം പറയാൻ വേണ്ടി മാത്രം പുറത്തേക്ക് വരുന്നതല്ല. ദേ കൺസിഡർ യൂട്യൂബ് ആസ് എ മീഡിയം ഓഫ് മണി മേക്കിംഗ്. സോ അതിന് സാധാരണ ജോലിക്ക് പോകുന്ന കൂടുതൽ പെൺപിള്ളേർ ജോലിക്ക് പോകുന്നു, അവരിതിനൊന്നും മുതിരുന്നില്ല. അതേസമയം ആൺപിള്ളേർ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നവർ പോഡ്കാസ്റ്റേഴ്സ് ആയിട്ട് പുറത്തേക്ക് വരുന്നു. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. സോ യു തിങ്ക് മെൻ ആർ മോർ റിസ്ക് ടേക്കേഴ്സ്? No, I won't say that because ഞാൻ എപ്പോ പറഞ്ഞാലും ഞാൻ പറയുന്നത് എന്റെ കാഴ്ചപ്പാട് മാത്രമാണ്. സോ ഞാൻ കണ്ട ആളുകളെ വെച്ച് മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഐ കാൻ ജനറലൈസ് എവറി ഹ്യൂമൻ. അല്ല, ചേച്ചിയുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് ചേച്ചി പറയുന്നത് ഞാൻ എന്റെ സറൗണ്ടിങ്സിനെ കുറിച്ച് പറയുന്നത്, എന്നിട്ട് നമ്മൾ അതിനെ ഒരു വേഗ എസ്റ്റിമേറ്റ് എടുക്കുന്നു. It's called sampling. കണ്ടതിൽ വെച്ചിട്ട് none of my female friends are doing any podcast. Yeah. You have a lot of friends. Yeah. And men podcasters ഇപ്പൊ തന്നെ റൈറ്റിലും ലെഫ്റ്റിലും ഇരിക്കുന്ന രണ്ടുപേരും പോഡ്കാസ്റ്റേഴ്സ് ആണ്. അതേപോലെ ഇപ്പൊ സോഷ്യൽ മീഡിയ മീൻസ് പോഡ്കാസ്റ്റ്. ഡു യു കൺസിഡർ പോഡ്കാസ്റ്റ് ആസ് എ വെറൈറ്റി തിങ്? വെറൈറ്റി അല്ല, യൂണിക് ആണോ? ഒരിടയ്ക്കായിരുന്നു, പക്ഷെ ഇറ്റ്സ് ബീങ് കോമൺ നൗ ബിക്കോസ് എവരിവൺ ഈസ് ഫോളോയിങ് എ സെയിം ട്രെൻഡ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഇതിലോട് ഇപ്പം ഈ പെണ്ണുങ്ങളില്ലേ, അവർ ഈ പോഡ്കാസ്റ്റ് ചെയ്യാത്തതിന്റെ വേറൊരു കാരണം ഇപ്പം ഈ തുറന്നു പറച്ചില്. ഇപ്പം ഇവര് ചെയ്യുന്നില്ലേ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തുറന്നു പറയുന്നില്ല. അങ്ങനെ തുറന്നു പറയാനുള്ള ഒരു പേടി കൊണ്ടായിരിക്കുമോ? അങ്ങനെ ഒരു പേടിയുണ്ടോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ രാത്രി ട്രാവൽ ചെയ്ത സ്റ്റോറീസ് അല്ലെങ്കിൽ പോലീസ് പിടിച്ചു നിർത്തിയ സ്റ്റോറീസ്, ഇതൊക്കെ വുമണിനെ അപേക്ഷിച്ച് നോക്കുമ്പോ കുറവായിരിക്കും. പിന്നെ പറയുന്നവരും ഉണ്ട്, പക്ഷേ സൊസൈറ്റി ഓൾവേസ് അറ്റാക്ക് വുമൺ. ബിക്കോസ് ഇതൊരു മെയിൽ ഡൊമിനന്റ് സൊസൈറ്റി ആണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. വുമൺ ആർ ഗെറ്റിംഗ് അപ്രീഷിയേറ്റഡ്, അതെല്ലാം ശരിയാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും വുമണിനെ പ്രൈസ് ചെയ്യണമെന്നൊന്നുമല്ല. പക്ഷെ ചില ആളുകൾ ഇപ്പൊ നമ്മളുടെ യൂത്തിലുള്ളവർ തന്നെ ഫീമെയിലിനെയും മെയിലിനെയും ലൈക്ക് സെയിം കൈൻഡ് ഓഫ് ഹ്യൂമൻ ബീങ്, ഇക്വാലിറ്റി എന്നൊന്നും ഞാൻ പറയില്ല, ഹ്യൂമൻ ബീങ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മാത്രം മതി എല്ലാ കാര്യത്തിലും. പക്ഷെ ചില ഐ മീൻ ഇപ്പൊ നമ്മൾ പറയില്ലേ മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ LGBTQ അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. സോ ചിലർ ഇവരെ കൺസിഡർ ചെയ്യുന്ന ഇറ്റ്സ് ലൈക്ക് യു ഹാവ് ടു സ്റ്റേ ഇൻസൈഡ് ഹോം, നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നിങ്ങൾക്ക് ഇന്ന പണിയെ പറഞ്ഞിട്ടുള്ളൂ. Why do you think? അതിന്റെ കാരണം എന്താന്ന് you ever thought? അതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസിന് ഇങ്ങനെയാണ് ശീലിച്ചു വരുന്നത്. പണ്ട് മുതലേ ഓരോ ആചാരങ്ങൾ ഫോളോ ചെയ്ത് ഇന്നും അത് തന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇന്ന്. എടാ, നമ്മള് ഈ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുസത്തിന്റെ അടിപൊളി ഇതും കാര്യങ്ങളും ഈ കുറെ സയൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് വാസ് എ റിലീജിയൻ ഹൂ എൻഫോഴ്സ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് women to jump into the fire pit of dead husbands. സതി എന്ന് പറയുന്ന ഒരാചാരം പണ്ട് ശിവൻ religious practice. അതൊരു religious practice. Cultural practice. No, it was a religious practice. No other religion practiced it in anywhere in any world. അത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഹിന്ദുവിസത്തിൽ നടന്നൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ചിതയുണ്ടല്ലോ, ചിത മീൻസ് ഫയർ, PYRE എന്ന് പറയും, പയറിയോ അങ്ങനെ എന്തോ പറയും. അതിലേക്ക് ഭാര്യ ലൈഫ് ഭാര്യയാണ്, പുള്ളിക്കാരി പോയി കുളിച്ച് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് റെഡി ആയിട്ട് നിൽക്കണം. ഇത് കത്തി ആളുമ്പോൾ കൂടെ ചാടി ചാവാൻ. Sadi, the practice of widow immolating herself on her husband's funeral pyre is considered as a cultural practice. It is considered by whom? അപ്പോൾ അതൊരു ഒരു സ്പെസിഫിക് കൾച്ചർ. ഏത് കൾച്ചറാണ് പറ? ഇപ്പൊ ചോദിക്കാം, എന്റെ അറിവിൽ ഞാൻ ഹിസ്റ്ററി പഠിച്ചതാണ്. ഏത് കൾച്ചറാണ് ഇപ്പൊ ചോദിച്ചത്? ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഗൂഗിൾ ഈസ് നോട്ട് ഓൾവേസ് റൈറ്റ്. അല്ല, ഞാൻ എന്റെ ഇത് ഓർമ്മ സ്കൂളിൽ പഠിച്ചു വെച്ചു ഞാൻ പറഞ്ഞു. അത് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ആവാൻ സാധ്യതയുണ്ടല്ലോ.
അതെ, ഈ സതി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ കേരളത്തിൽ എത്ര റിലീജിയൻ ഉണ്ടായിരുന്നു? ക്യാൻ യു ടെൽ മീ? ഐ ആം നോട്ട് വെരി ഷുവർ. There is one singular most popular religion, that was Hinduism. കൾച്ചറലാണെങ്കിലും റിലീജിയസ് ആണെങ്കിലും ചെറിയ ചാടി ചാടാൻ വൈകി ഇല്ലേ? അതല്ലേ ഞാനും ചോദിക്കുന്നത്. എടേ, ഒരു വുമണിനെ തീക്കകത്തില്ല കുളിച്ചൊരുങ്ങി വന്ന് മറ്റേ ചുമന്ന ഭസ്മൊക്കെ മൈൻഡ് സെറ്റ് എടാ, it's like അന്നത്തെ ആളുകളുടെ വിചാരം ഓക്കെ ആണ് ആണ് ആ ഒരു പെയർ ഇല്ലെങ്കിൽ ലൈക്ക് അവൻ ഇല്ലെങ്കിൽ അവളും വേണ്ട. സോ സീറോ ഹ്യൂമൻ വാല്യൂ ഫോർ ദാറ്റ് ലേഡി. അവിടെ ട്വിസ്റ്റ് ഉണ്ട്. പെണ്ണകത്തെങ്കിൽ മറ്റവൻ അടുത്ത കെട്ടാം. ഓ ബാഡ്. സോ ഈ absurdities ഒക്കെ ഉണ്ട്. അബ്സർഡിറ്റീസ് ഉള്ള ജനറേഷൻസ് ആണ് നമ്മളുടെ പിതാക്കന്മാരെയും നമ്മളുടെ അപ്പൂപ്പന്മാരെയും വളർത്തിയത്. അപ്പം ആ ഒരു അബ്സർഡിറ്റീസ് കുറഞ്ഞു 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 വരുന്നു. ഇപ്പം എനിക്ക് ഭാവിയിൽ ഒരു കുഞ്ഞുണ്ടായാലോ നിങ്ങൾക്ക് കുഞ്ഞുണ്ടായാലോ ഐ വുഡ് ട്രീറ്റ് മൈ ബോയ് ആൻഡ് മൈ ഗേൾ വെരി ഡിഫറെന്റ്. വെരി വെരി ഈക്വലി. വെരി ഈക്വലി. ചിലപ്പോൾ ഞാൻ എൻ്റെ ആൺകൊച്ചിനെ അല്ലെങ്കിൽ പെൺകൊച്ചിനെ ബോക്സിങ് പഠിക്കാൻ വിടും. ആൻഡ് ഐ എം നോട്ട് ഗോണ ചൂസ് ദം ഫ്രം ജെൻഡർ. രണ്ടുപേർക്കും ആർച്ചറി പഠിക്കണം, രണ്ടുപേരും കുക്കിംഗ് പഠിക്കണം. അങ്ങനെ ബേസിക് സർവൈവൽ ഒരു ഹ്യൂമൻ ബീങ്ങിന് വേണ്ടുന്ന എല്ലാ കഴിവും ആണും പെണ്ണും പഠിക്കണം. ഞാൻ കാനഡയിൽ പോയാണ് ഇതൊക്കെ പഠിക്കുന്നത്. ഇതിന് മുന്നേ ഒന്നും അറിഞ്ഞുകൂടാ. ആൻഡ് ഇവൻ ഇപ്പോഴും ഒന്നും ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. ഐ എം നോട്ട് ബ്ലെയിമിങ് ഹിം. എനിക്ക് മുട്ട ഉണ്ടാക്കാൻ അറിയാം, നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാം, മുട്ടയും നൂഡിൽസും പ്രോട്ടീൻ, ദോശ ഇടാൻ അറിയാം, ചോറ് വെക്കാൻ അറിയാം, മീൻകറി വെക്കാൻ അറിയാം. ഞാൻ വന്നിട്ട് 3 മാസമാവുന്നു. ഹാവ് യു ഡൺ എനിത്തിങ് ഫോർ മീ ടിൽ ടുഡേ? നോ. അപ്പൊ അതാണ് I have my reasons. Will you be able to do ഒരു whole household work ഒരു ദിവസത്തെ മുഴുവൻ ചെയ്യാൻ പറ്റുമോ? Of course I can. Have you ever done it? Have you Yeah, ever I done can. it? No, you You cannot. can, No. but you haven't done it. Yeah. You cannot, man. See, I'm not. ഞാൻ You can in arguing your mind. ഞാൻ If you have something to prove, you should at least do it once. ഞാൻ You've never done it. Okay, I haven't done it. I Yeah. accept that fact. Yeah. ഞാൻ പക്ഷേ I can if I want to. No, you cannot. I can. You cannot. If you want to. Yeah. That's a question. Like പെമ്പിള്ളേരെല്ലാരും ഇത് ആഗ്രഹിച്ചു പെമ്പിള്ളാരെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. എടാ, I നീ- never You had to. kitchen in like 20 minutes. പപ്പടാ, I was living in Kottayam alone for 2-3 years. Oh, അത് എനിക്ക് കിച്ചണും കാര്യങ്ങളും എല്ലാം നോക്കാൻ അറിയാം. എന്നിട്ട് why are you not doing anything? Because നമ്മുടെ- I am comfortable in my house. for yourself. Correct അങ്ങനൊന്നും അല്ലേ? പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ അങ്ങനൊന്നും പറയാൻ Hostel ആയിരുന്നു. 24 ചെക്കന്മാരുള്ള ഒരു വീടാ. This is 24 boys. ഞാൻ And I was the only one cleaning bathroom there. ഞാൻ മാത്രം 3-4 കൊല്ലം ബാത്റൂം കഴിയും ഞാൻ മാത്രം. ഞാൻ പറയുന്ന ഒരു ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ will you be able to do all the household work? No. No, I my am father can for sure. I am capable. I How will- do you know you are capable? How? അതൊക്കെ ഒരു മൈൻഡ് നിക്ക് സെറ്റ്. നിക്ക് നിക്ക്. അതെ, ഞാൻ അതൊക്കെ ഒരു no, no, no. mindset. അതിപ്പോ ഇവ പറഞ്ഞത് പിടിക്കാൻ. അല്ലല്ല. How do you know you are capable of doing When- it when you have never done it? അപ്പോഴാ I would just want to know that answer. ഓക്കെ, ആ എൻ്റെ ഒരു മൈൻഡ് സെറ്റാ. ഒന്നാമത്തെ സംഭവം, അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഇതുവരെ ഉണ്ടായേണ്ടി വന്നില്ല. കാരണം ഞാൻ എപ്പോഴും എൻ്റെ റൂമിൽ എൻ്റെ ജോബ് റിലേറ്റഡ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒതുങ്ങി പോകുന്ന ഒരാളാണ്. രണ്ടാമത്തെ സംഭവം, എൻ്റെ മിക്കപ്പോഴും മെജോറിറ്റി ഓഫ് ദ ഡയറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ ഇപ്പോഴും കുക്ക് ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ തന്നെ മിക്ക ദിവസവും What did you do? ഞാൻ മിക്കവാറും ഞാൻ ഇതേ വീട്ടിലാണല്ലോ ദൈവമേ താമസിക്കുന്നത്. അപ്പോൾ എണീക്കുമ്പോ 12:30 ദാറ്റ്സ് നോട്ട് മൈ No, പ്രോബ്ലം. ചോക്ലേറ്റ് ഞാൻ നല്ല മിക്ക ദിവസം ചേച്ചി കണ്ടില്ലേ? മുട്ട ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവൻ. ചേച്ചി, അല്ലാതെ ഇവര് ഞാൻ രാവിലെ ഉപ്പ് മിക്കപ്പോഴും കഴിക്കുന്നത് എന്തുവാ? 4 മുട്ടയും ഒരു പഴവും ഒരു ഷേക്കും അല്ലേ? Yeah, but everyone can. ഇപ്പൊ അച്ഛനും അമ്മയും ജീവിക്കാണ്. ആഫ്റ്റർ 5 years അവരെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നീ എന്ന് രാവിലെ ചോക്ലേറ്റ് മിൽക്കും ബനാന എടുത്ത് Modern breakfast That's healthy and tasty. Yeah, I mean ഇത് നമുക്ക് ഫൺ ടോക്ക് ആയിട്ട് എടുക്കാം. പക്ഷേ ഐ തിങ്ക് എവ്രിബഡി ഷുഡ് ലേൺ അല്ലേ പിന്നെ of course. ബേസിക് സർവൈവൽ സ്കിൽസ്. ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയണം. Cooking is necessary. കുക്കിംഗ് എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി യു ഷുഡ് ബി ഏബിൾ ടു ഹണ്ട് ആൻ ആനിമൽ. ഒരു പന്നിയെയോ ഇപ്പോൾ നാളെ വന്ന് ലോകമഹായുദ്ധം നടന്ന് ട്രംപും പുട്ടിനും മോഡിയും ഇസ്താംബുളിലും എല്ലാം കൂടെ 5-6 സ്വിച്ച് ഞെക്കി ഇതെല്ലാം തീർന്ന്. കറണ്ടും പോഡ്കാസ്റ്റും ജോലിയും TCS എല്ലാം കഴിഞ്ഞു. പിന്നെന്ത് പന്നി. പക്ഷെ വേറെ സംഭവം പറയട്ടെ,
അയ്യോ പറയാനൊന്നും മറന്നു. അല്ല അപ്പം അങ്ങനെ നമ്മൾ അബദ്ധവശാൽ ഇന്നവർ മിസ്ഫോർച്യൂൺ നമ്മൾ സർവൈവ് ചെയ്താൽ ജീവിക്കണ്ടേ? അതെ ഞാൻ പറഞ്ഞുള്ളൂ, അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. പക്ഷെ നമ്മുടെ അണ്ണന്മാരുടെ പോക്കല്ലിട്ട് ഉടനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ Do you think നമ്മുടെ കറന്റ് വേൾഡിലെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓവർ എസ്കലേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ബ്രോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടുന്ന് നമുക്ക് പോഡ്കാസ്റ്റ് കുറച്ച് റൂട്ട് തിരിക്കാം. We are having fun till now and we are going to change the direction a little bit. പറഞ്ഞുകൊണ്ട് വന്നു what is geopolitics and what is happening. Guys, നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നു, ഓക്കെ, നമ്മൾ വാർത്തയിൽ വായിക്കുന്നു വാർ ഇസ് ഹാപ്പനിങ്, യുദ്ധം നടക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഡു യു നോ വാട്ട്സ് റിയലി ഹാപ്പനിങ്? ബ്രോ, ദേ ആർ ബോംബിങ് ദ ഷിറ്റ് ഔട്ട് ഓഫ് പീപ്പിൾ, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. വീട്ടിലിരിക്കുന്ന ആളുകളുടെ വീട്ടിലോട്ട് ബോംബും ഗ്രനേഡും തോക്കും കൊണ്ടുവന്ന് കയറി വെടിവെച്ച് കൊല്ലുകയാണ്. ദേഹത്ത് 5-6 ബുള്ളറ്റ് കയറി കണ്ണി കൂടെ തലയിൽ കൂടെയൊക്കെ കയറി പൊട്ടിത്തെറിച്ച് ചാവുകയാണ്. ഈ ഒരു ക്രൈമും ചെയ്യാത്ത ആളുകളാണ് ചാവുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, വൈ ഈസ് ദിസ് വാർ ഹാപ്പനിങ്? അപ്പോൾ അവർ കാര്യം പറയാം, അത് ഞങ്ങളെ മറ്റവൻ ഞോണ്ടി, ഞങ്ങൾ കയറി മാന്തി, ഇമാതിരി കഥകളൊക്കെ. ഞോണ്ടലിന് മാന്തലിന് ബോംബിടാൻ തുടങ്ങിയ ഈ ലോകം എങ്ങോട്ട് പോകും? അപ്പോൾ അതൊന്നും അല്ല കാര്യം. ആക്ച്വലി നമ്മൾ പറഞ്ഞു വരുമ്പോൾ അമേരിക്ക എന്ന വേൾഡ് പവറിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരണം. അവിടെ കുറച്ച് ഇൻഡസ്ട്രികളാണ് ആ ലോകം ഭരിക്കുന്നത്. അമേരിക്ക എന്ന് പറയുന്നൊരു രാജ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമേരിക്ക ഈസ് ദ ബിഗ്ഗസ്റ്റ് മെട്രോപോളിയൻ സിറ്റി റൂൾഡ് ബൈ ഇലീറ്റ്സ്. അമേരിക്ക ഒരു രാജ്യമാണെന്ന് നിങ്ങളോട് പറയുന്നെങ്കിൽ ദാറ്റ്സ് പ്യുവർ അബ്സർഡിറ്റി. നിങ്ങളുടെ കോൺസെപ്റ്റുകൾ നിങ്ങൾ ഓക്കെ, ഐ അക്സെപ്റ്റ്. പക്ഷെ എൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ കേൾക്കുക, വെറുതെ കേട്ടിട്ട് കളയുക. അതെ, ഞങ്ങൾ ജസ്റ്റ് ഐഡിയാസ്, ഞങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും. മേ ബി വി ആർ റോങ്, മേ ബി വി ആർ റൈറ്റ്. യാ, ഐ ഹോപ്പ് ഐ ആം റോങ്, എപ്പോഴും പറയുന്ന പോലെ. അതെ, യാ, കാരണം ഇതൊക്കെ സത്യമാണെങ്കിൽ വി ആർ ഡൂംഡ് ഗൈസ്. ഓക്കെ, അപ്പം ജൂതന്മാർ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ജൂയിഷ് പീപ്പിൾ കൺട്രോൾ ചെയ്യുന്ന ഒരു പപ്പറ്റ് സ്റ്റേറ്റാണ് അമേരിക്ക. അതാ അങ്ങനെ പറയാൻ കാരണം അതിൽ ഒത്തിരി ഇലാബറേഷൻ ഉണ്ട്. ഐ വിൽ കുറച്ച് പറയാം. ഓക്കെ, ടേക്ക് ഫോർ എക്സാമ്പിൾ the most highest grossing 500 companies in US. S&P 500. അതിനകത്ത് എല്ലാത്തിൻ്റെയും ചെയർമാൻ 99, ഇത്ര കോൺഫിഡൻറ്റോട് പറയുന്നത് ചിലപ്പം 97 98 ആവാം. അതിനകത്ത് എല്ലാ ചെയർമാൻ, എക്സിക്യൂട്ടീവ് മാനേജേഴ്സ്, CEOs ആൻഡ് എവറി ഷെയർ ഹോൾഡേഴ്സ്, ദേ വിൽ ബി ജൂയിഷ്. എനിക്ക് അതറിയത്തില്ല, പക്ഷെ അമേരിക്കയിലെ ഏറ്റവും ഇൻസ്റ്റിറ്റ്യൂഷണൽ $1 trillion ഫണ്ടിങ് കമ്പനീസ് ആയിട്ടുള്ള വാൻഗാർഡ്, സ്റ്റേറ്റ് സ്ട്രീറ്റ്, ബ്ലാക്ക് റോക്ക്, അതെല്ലാം ജൂയിഷാണോ? ഇതെല്ലാം ജൂയിഷാണ്. ദീസ് ആർ ഓൾ ജൂയിഷ് പീപ്പിൾ. ആൻഡ് ഓൾസോ അമേരിക്കൻ ഗവൺമെൻറ് എന്ന് പറയുന്ന സാധനത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറി, മറ്റേ സെക്രട്ടറി, മറിച്ച സെക്രട്ടറി, ഇത്രയും നാൾ ഈ ട്രംപ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ എവ്രിബഡി, ഡിഫെൻസ്, ന്യൂക്ലിയർ, സ്റ്റേറ്റ്, CIA, FBI, you name it, everything was headed by Jewish people. So ഈ ജൂയിഷ് പീപ്പിളിൻ്റെ കയ്യിലാണ് അമേരിക്ക. ഇതിനൊരു ചേഞ്ച് കൊണ്ടുവന്ന ആളാണ് ട്രംപ്. ട്രംപ് ഈസ് റിപ്ലേസിങ് ജൂയിഷ് പീപ്പിൾ. അപ്പം നിങ്ങളിത് ഞാൻ പറയുന്നത് തെറ്റാന്ന് തോന്നുന്നത്, യു ക്യാൻ ടേക്ക് ദ സ്റ്റാറ്റിസ്റ്റിക്സ്, എന്നിട്ട് നിങ്ങൾ തന്നെ നോക്കാം കഴിഞ്ഞ അഡ്മിനിസ്ട്രേഷനിൽ ജൂയിഷ് പീപ്പിൾ എത്ര ഉണ്ടായിരുന്നു, ടോപ്പ് 500-ൽ ഇപ്പോൾ എത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ കണക്ഷൻ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ അമേരിക്ക ഈസ് റണ്ണിങ് ഓൺ ഫ്യൂ ഇൻഡസ്ട്രീസ്, ഹെൽത്ത് കെയർ, ബിഗ് ഫാർമ ആൻഡ് ദി ആംസ് ഇൻഡസ്ട്രി, ഐ മീൻ മിസൈൽ ഇൻഡസ്ട്രി. അപ്പോൾ ഈ അമേരിക്കയിൽ ലോക്കീഡ് മാർട്ടിൻ, വിച്ച് ഈസ് പാർഷ്യലി ഓൺഡ് ബൈ ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ് ആൻഡ് സ്റ്റേറ്റ് സ്ട്രീറ്റ്, മേക്ക് ഹ്യൂജ് മിസൈൽസ്, F-35 എല്ലാം ഉണ്ടാക്കിയിട്ട് ബോർഡർ കോൺഫ്ലിക്റ്റുകളുള്ള രാജ്യങ്ങൾ തേടി പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പ്ലെയിനുകൾ ചീപ്പായിട്ട് കൊടുക്കും. എന്നിട്ട് ബോർഡറിന് ഇപ്പുറത്തെ രാജ്യം ഉണ്ടല്ലോ, അവിടെ പേട്രിയോട്ട് മിസൈൽ, S-4900 ഇതുപോലുള്ള മിസൈൽ ഡിഫെൻസ് സിസ്റ്റംസ് കൊടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ സത്യമാണോ? ഗൈസ്, ഏറ്റവും അടുപ്പമുള്ള ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഏറ്റവും നല്ലോണം അറിയാവുന്ന ഒരു രാജ്യം ഏതാ? ഇന്ത്യ. ഇന്ത്യയും പാകിസ്ഥാനും കൂടെ
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുണ്ട് ഇല്ലേ? ഇന്ത്യ പാർട്ടീഷൻ ചെയ്ത് ഇത്രയും വലിയ യുദ്ധം നടന്ന് പാർട്ടീഷൻ ചെയ്ത് വിട്ടതിന് ശേഷം ഇവർ ജമ്മു ആൻഡ് കാശ്മീർ ഡെലിബറേറ്റ്ലി അവർ വേഗമാക്കിയിട്ട് കളഞ്ഞു. ജമ്മു ആൻഡ് കാശ്മീർ ഞങ്ങൾ ഇപ്പം പാർട്ടീഷൻ ചെയ്യുന്നില്ല, പാകിസ്ഥാന് വേണമെങ്കിൽ നിങ്ങളിത് എടുത്തോ, ഇന്ത്യക്ക് വേണമെങ്കിൽ നിങ്ങളും എടുത്തോ, ഇതൊരു ബഫർ സോണാണ് എന്നും പറഞ്ഞിട്ടങ്ങ് പോയി. റീസൺ ഫോർ ഇൻസ്റ്റെബിലിറ്റി. റീസൺ ഈസ് ഇൻസ്റ്റെബിലിറ്റി. കാരണം ഫ്യൂച്ചറിൽ ഇവർ രണ്ടുപേരും വളരാൻ പാടില്ല. ബിക്കോസ് ദീസ് പീപ്പിൾ ഷുഡ് ഫൈറ്റ് ഈച്ച് അവർ. അതങ്ങനെ ആക്കിയത് പ്യൂർലി ഇംഗ്ലീഷ് ഇതല്ലേ? ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിൻ്റെ തന്നെയാണ് ഈ ജൂതന്മാരും ഇംഗ്ലീഷും അമേരിക്കയും കാനഡയും എല്ലാം. ഇപ്പോഴും കാനഡയിലെ കറൻസിയിൽ പടം ഏതാ എലി? കുഞ്ഞുടെ പേരുള്ള ഒരാളാണ്, ക്വീൻ എലിസബത്തിന്റെ പടമാണ്. യെസ്, ഇംഗ്ലണ്ട് ഈസ് എ സ്റ്റേറ്റ് ഓൺ ബൈ കാനഡ ഈസ് എ സ്റ്റേറ്റ് ഓൺ ബൈ ഇംഗ്ലണ്ട്. ഐ നോബഡി നോ ദിസ് ബട്ട് ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. ഇംഗ്ലണ്ട് ഈസ് കാനഡ ഈസ് ഓൺഡ് ബൈ ഇംഗ്ലണ്ട്. ഫ്രഞ്ച് അല്ലേ? ഫ്രഞ്ചിന് ഒരു സ്ഥലം, ക്യൂബക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇംഗ്ലണ്ടിലെ കറൻസിയിൽ വരെ ക്വീൻ എലിസബത്തിൻ്റെ പടമാണ്. അപ്പോൾ ഇവർ അന്ന് ഇന്ത്യയും ഇത് പണ്ടേ ഇടാക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പാകിസ്ഥാന് അമേരിക്ക കൊണ്ട് ന്യൂക്ലിയർ ബോംബ് കാര്യങ്ങൾ എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇന്ത്യക്ക് വെപ്പണെല്ലാം ഡിനേ ചെയ്തു. എന്നിട്ട് പാകിസ്ഥാൻ വലിയൊരു പവറായി വന്നപ്പം പിന്നെ ഇന്ത്യക്ക് മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അത് 2000-ങ്ങൾക്ക് മുന്നേ ആണ്. എന്നിട്ട് അത് കഴിഞ്ഞ് 2022 നമ്മുടെ ഗൽവാൻ വാലിയിൽ കുറേ പേര് മരിച്ച ഓർമ്മയുണ്ടോ? പട്ടാളക്കാർ, ഭയങ്കര ന്യൂസായത്. അന്ന് അവിടെ അമേരിക്ക ചെയ്തെന്തോ അറിയാമോ? പാകിസ്ഥാൻ ഈ ഉപയോഗിക്കുന്ന സാധനവും എല്ലാം ചൈനയുണ്ട്, ചൈനയാണ് ഗൽവാനിൽ വന്നത്. അപ്പം പാകിസ്ഥാനിന് എന്താ പറഞ്ഞത്, മിസൈലുകൾ കൊടുത്തു. F-35 F-22 ഏതൊക്കെയോ കൊടുത്തു. എന്നിട്ട് ഇന്ത്യയോട് ഒന്ന് പറഞ്ഞു F-22 പൊട്ടിക്കാൻ പറ്റുന്ന വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, അതും കൂടെ എടുക്കട്ടെ. ഇത്രയും നാളും ഇന്ത്യ ട്രാപ്പിൽ വീണു. ബട്ട് ദാറ്റ് ഡേ അവർ പ്രൈം മിനിസ്റ്റർ മോഡി റെസ്പെക്ട് മൂവ്മെൻറ്റ് പറഞ്ഞു, വി നോ ഹൗ ടു ഡിഫെൻഡ് അവർ സെൽഫ്. നീ അപ്പുറത്ത് എന്തുവാ പറയുന്നത്, ഉണ്ടംപൊരി കൊടുത്തിട്ട് ഇപ്പുറത്ത് പരിപ്പുട കൊടുക്കാൻ നിൽക്കണ്ട, ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് സോൾവ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ അമേരിക്കയെ വെറുപ്പിച്ച് വിട്ടൊരു സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഭയങ്കരമായിട്ട് ഒരസൽ തുടങ്ങി. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് പക്ഷേ ഇന്ദിരാഗാന്ധി സ്റ്റാർട്ടിങ് ഇട്ട്. ഇന്ദിരാഗാന്ധി വാസ് എ വെരി പവർഫുൾ ലീഡർ. അതെ, പുള്ളിക്കാരി മറ്റേ 7th ഫ്ലീറ്റ് ഇറങ്ങിയപ്പോൾ എന്തൊക്കെയോ സീനായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ, അമേരിക്ക ആൻഡ് ഇംഗ്ലണ്ട് വാസ് എബൌട്ട് ടു ബോംബ് ദ ഷിറ്റ് ഔട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മുംബൈ, അവർ കൊൽക്കട്ടയും മുംബൈയും പൊട്ടിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോഴത്തേനും അവർ 7th ഫ്ലീറ്റുമായിട്ടാണ് വരുന്നത്. 7th ഫ്ലീറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഫ്ലീറ്റ്, നേവൽ ഫ്ലീറ്റ് അമേരിക്ക ഹാസ്. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ, ഇന്ത്യയുടെ ഇപ്പുറത്തെ സൈഡിൽ ഇംഗ്ലണ്ടിൻ്റെ ന്യൂക്ലിയർ ഇത് വലിയ എയർക്രാഫ്റ്റ് കാരിയറും വന്നു. അപ്പം ഇന്ത്യയുടെ ലെഫ്റ്റും റൈറ്റും ഇത് വന്ന് നിന്നിട്ട് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, ബംഗ്ലാദേശ് വാർ നടക്കുമ്പോഴാണ് പറഞ്ഞു, പുൾ ഔട്ട് ഇന്ത്യ ഫ്രം ബംഗ്ലാദേശ് ടുഡേ ഓർ കൊൽക്കട്ട ആൻഡ് മുംബൈ വിൽ ബി ഇൻ ട്രബിൾസ്. ന്യൂക്ലിയർ ത്രെട്ടാണ് ചെയ്തത് അവർ. ദിസ് ഈസ് ഹാപ്പനിങ് വെൻ വി വർ ട്രൈങ് ടു ലിബറേറ്റ് ബംഗ്ലാദേശ്. അന്ന് പൊക്രാനും കുക്രാനും ഒന്നുമില്ല. അന്ന് നമ്മുടെ ആകെയുള്ള അന്ന് റിട്ടയർ ചെയ്തത് ഒരു 1940s ഫസ്റ്റ് വേൾഡ് വാറിലോ സെക്കൻഡ് വേൾഡ് വാറിലോ റിട്ടയർ ആയ ഒരു എയർക്രാഫ്റ്റ് കാരിയറും അതിനകത്ത് 14 തടി കൊണ്ടുണ്ടാക്കിയ പ്ലെയിൻ, 14 പ്ലെയിൻസ് ദാറ്റ് ഈസ് വുഡൻ. അത് 2 ഫ്ലീറ്റും 7th ഫ്ലീറ്റിനെയും മറ്റേനെയും. അപ്പോൾ ഇന്ദിരാഗാന്ധിയോട് അന്നത്തെ പ്രസിഡന്റ് ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു ഡയലോഗ് അടിച്ചു. അങ്ങനെ ഗൂസ്ബം അങ്ങനല്ല പറഞ്ഞത്, അവരെ അകത്തോട്ട് കയറ്റി അങ്ങനെയല്ലാണ്, ഇന്ത്യൻ ടെറിട്ടറിയിലോട്ട് നിങ്ങളുടെ കപ്പൽ കയറണമെന്ന് യു ക്യാൻ ഡിസൈഡ്. പക്ഷെ അത് എപ്പോൾ വെളിയിൽ പോകണോ, അത് എന്ന് വെളിയിൽ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. അല്ല, വി വർ ഹാവിങ് നത്തിങ് ബട്ട് 14 വുഡൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ കമ്പ് കൊണ്ട് കുത്തി അപ്പുറത്തൂടെ കയറി പോകും. പക്ഷെ അപ്പം നമുക്ക് അത് കഴിഞ്ഞ് ഇവർ അഡ്വാൻസ് ചെയ്തു. ഇന്ത്യൻ വാട്ടറിൽ കയറി ഇവർ മുംബൈ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധിക്ക് രാത്രി വരെ സമയം കൊടുത്തു. ഐ തിങ്ക് ഇറ്റ് വാസ് 12 or 2 എന്തോ. അപ്പോൾ രാത്രി വരെ സമയം കൊടുത്തു. ഇന്ദിരാഗാന്ധി വാസ് റെസ്പോണ്ടിങ്. 12 മണി കഴിഞ്ഞ് മിസൈൽ ഇടുമെന്നാണ്. അമേരിക്കയും ഇംഗ്ലണ്ട്, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഇപ്പോഴും ഓരോ അമേരിക്കയും കാരനെയും ഇംഗ്ലണ്ടുകാരനെയും വർക്കലയിലും ബീച്ചിലും ഒക്കെ വെച്ച് കാണുമ്പോൾ നമ്മൾ സാർ മേഡം എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവന്മാർ നമ്മളെ ബോംബിട്ട് കൊല്ലാൻ വന്നവന്മാരാണ്.
എന്നിട്ട് ഇവർ നമ്മുടെ കോസ്റ്റിലോട്ട് അടുത്തോണ്ടിരിക്കുക എന്നിട്ട് ന്യൂക്ലിയർ മിസൈൽസ് വിടുമെന്നാണ് എല്ലായിടത്തും വാർത്ത, മുംബൈയിലും കൊൽക്കട്ടയിലും. അങ്ങനെ അവസാനം 12 മണിയാണെന്ന് തോന്നുന്നു. ആ ഡെഡ് ലൈൻ തീരുന്നതിനൊരു 1.5 മണിക്കൂർ മുന്നേ വളരെ യാദൃശ്ചികമായിട്ട് 7th ഫ്ലീറ്റിൻ്റെ അടിയിലൂടെ റേഡാറിൽ ഒരു വേഗ് സാധനം അപ്രത്യക്ഷമായി. റേഡാറിൽ എന്തോ ഭയങ്കര വലുതാണ്, ഒരു 4-5 ഫുട്ബോൾ ഫീൽഡിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു സാധനം വരുന്നു പോന്നു. അപ്പോഴത്തേനും അമേരിക്കക്കാരോട് ഇംഗ്ലണ്ടുകാരോട് പറയുന്നു, ഇവിടെ മണ്ണിനടി എന്തുകൊണ്ട് തിമിംഗലോ കോപ്പോ എന്തോ ഉണ്ട്, എന്തോ ചെയ്യണം കോപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൻ്റെ അടിയിൽ ഒരു 3-4 എണ്ണം റേഡാറിൽ വരുന്നു പോന്നു. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ ഇവർക്ക് മനസ്സിലായി ദിസ് ഈസ് സംതിങ് ഡെലിബറേറ്റ്, ഇതെന്തോ വെള്ളത്തിൻ്റെ അടിയിൽ എന്തോ ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് അന്ന് അമേരിക്കയ്ക്കും ഇല്ല, ഇംഗ്ലണ്ടിലും ഇല്ല. അമേരിക്കയുടെ മിസൈലല്ലേ ഉള്ളൂ, ഇന്ത്യയൊക്കെ പൊട്ടിക്കാൻ പറ്റൂ, കമ്പും കുളി നമ്മുടെ ഒന്ന് വാളൊക്കെയാ, വാളും കുതിരയൊക്കെ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കോസ്റ്റിലൊക്കെ റെഡിയാ, പോലീസുകാർ വടിയൊക്കെ ആയിട്ട്. അതാണ് സിനേറിയോ. അപ്പോഴത്തേക്കും ഇവർ ന്യൂക്ലിയർ മിസൈലും കൊണ്ടുവന്ന് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് വന്നു, കുറച്ച് ഇവരൊന്ന് പാനിക്കായി, ഇതെന്തുവാ കോപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് റേഡിയോ സിഗ്നലിൽ ഇംഗ്ലണ്ടിന് മെസ്സേജ്, ഹലോ ദിസ് ഈസ് ഫ്രം മോസ്കോ ഹെഡ് ക്വാർട്ടേഴ്സ്, നമ്മളുടെ ന്യൂക്ലിയർ സബ്മറൈൻ ആംഡ് ആണ് ആൻഡ് വി ആർ ലോക്ക്ഡ് ഓൺ ടു യുവർ 7th ഫ്ലീറ്റ്, ന്യൂ ജേഴ്സി, ലണ്ടൻ ആൻഡ് ഇവരുടെ ഡിസ്ട്രോയേഴ്സ്. Turn back immediately or otherwise tomorrow there will be no London. USSR came for India's rescue. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം 7th ഫ്ലീറ്റും ഇവരും ഇന്ത്യൻ വാട്ടേഴ്സ് വിട്ട്, ഇന്ദിരാഗാന്ധി പെർമിഷൻ കൊടുത്തിട്ട് ഇന്ത്യൻ വാട്ടേഴ്സ് വിട്ട് വെളിയിൽ പോയി. അമ്മാതിരി മാസമാണ്. അപ്പോൾ കൊൽക്കത്ത, മുംബൈ, കേരളയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ, ഇഫ് യു ഗൈസ് ആർ അലൈവ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് USSR. നമ്മുടെ അപ്പൂപ്പന്മാർ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും ഇവിടെ കാണത്തില്ലായിരുന്നു. അപ്പോൾ അവർ അന്ന് പൊട്ടിത്തെറിച്ച് കത്താതിരുന്നതിന് കാരണം USSR ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റഷ്യൻ വികാരമൊന്നുമല്ല, നമ്മളെ പണ്ട് സഹായിച്ച കഥകൾ പലരും കേട്ടിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡു യുവർ റിസർച്ച്. പക്ഷേ USSRന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അവരെപ്പോഴും അണ്ടർഡോഗ് ആയിട്ട് എല്ലാവരും കാണുന്നത്. പക്ഷേ ലൈക്ക് ഇഫ് യു ഡു യുവർ എക്സ്റ്റെൻസീവ് റിസർച്ച്, സുക്കോയുടെ 57 തന്നെ എടുക്കുക. ഗൈസ്, കഴിഞ്ഞ ഇന്ത്യൻ എക്സ്പോയില് F-35 മോസ്റ്റ് അഡ്വാൻസ് അമേരിക്കൻ ഫൈറ്റർ ജെറ്റ് പൈലറ്റ്സ് സുക്കോയ് 35ന്റെ സാധനം ഫോണിൽ എടുത്തിട്ട് റീലിട്ടാണ്. സത്യം, അമ്മര് കണ്ട് ഞെട്ടിപ്പോയി. ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഭ്രാന്തമുള്ളവന്മാരെ. പക്ഷേ സുക്കോയ് ഇസ് ഫാർ അഡ്വാൻസ്ഡ്. എയറോഡൈനാമിക്കലി ആയാലും, ത്രസ്റ്റ് വെക്ടറിങ് ആയാലും, എൻജിൻ പമ്പ് വൈസ് ആണെങ്കിലും, റഡാർ കേപ്പബിലിറ്റീസ് ആണെങ്കിലും, ആൻഡ് എന്തൊക്കെയോ അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് എന്തൊക്കെയോ ചോദ്യം. നമ്മളെ F-35 മേടിച്ചില്ലല്ലോ, അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ചോദിച്ചത് ജയശങ്കറിന്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ കോമ്പീറ്റന്റ് മാർക്കറ്റ്. ജയശങ്കറിനോട് ചോദിച്ചു, നിങ്ങളൊന്നും അമേരിക്കൻ വെപ്പൺ വാങ്ങിക്കാത്തതെന്ന്. അദ്ദേഹം പറഞ്ഞ്, വെപ്പൺ വാങ്ങിക്കാ അങ്ങനെ ഞങ്ങൾ ചെയ്തതല്ല, 3-4 സാധനങ്ങൾ നമ്മളെ കിട്ടി, ഞങ്ങൾ നല്ലതെടുത്തു, അല്ല കൊള്ളാം റഷ്യയുടെ എടുത്തു, നിങ്ങളുടെ നല്ലതെങ്കിൽ ഞങ്ങൾ അടുത്ത വർഷം നിങ്ങളുടെ വാങ്ങിക്കാം എന്നാ പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാത്ത സ്റ്റോറീസൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇൻകോർപ്പറേറ്റ് ചെയ്യും. വി ഹാവ് നോ അജണ്ട, വി ജസ്റ്റ് സ്പീക്ക് ഔട്ട് ദ ട്രൂത്ത്. So I think it's almost 1.5 hour. No. Yeah. Really? Yeah. Okay. So last റോഗി ചേട്ടാ എന്തെങ്കിലും പറ. പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയാനാ, എല്ലാം കേട്ട് കൊള്ളാം, നല്ല രസം. അടുത്ത എപ്പിസോഡുകളിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന 2-3 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കമന്റ്സ് പറ. ലൈക്ക് വി നീഡ് യുവർ ഒപ്പീനിയൻസ്. വാട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റഡി ചെയ്യണം, നിങ്ങൾ എന്ത് മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്യണം. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇത് കാണുന്നവർക്കോ കാണാത്തവർക്കോ വേണ്ടി ഞങ്ങൾ പറയാണ്, നെക്സ്റ്റ് എപ്പിസോഡ് വിൽ ബി ഓൺ ദി സുമേറിയൻ ഗോഡ്സ് വരുന്നുണ്ട്. എപ്പിക് ഓഫ് ഗിൽഗമേഷ് ഈസ് ഓൺ ഇറ്റ് വർക്ക്സ്. അത് അടുത്ത ആഴ്ച മിക്കവാറും കാണും. പിന്നെ വരുന്നത് ഹൗ മണി വർക്ക്സ്. മണി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഇത് ദൈവം തന്ന എന്തോ ഡിവൈൻ സാധനമോ, നമ്മളുടെ കടയിലിരിക്കുന്ന അതുപോലത്തെ ഒരു പ്രിൻ്റർ മെഷീനിൽ നിന്ന് രാവിലെ തൊട്ട് വൈകിട്ട് ഒരു പ്രിൻ്റ് ചെയ്തൊരു സാധനം എടുത്തുകൊണ്ടിരിക്കുക. അപ്പം അതിന് നമ്മൾ എങ്ങനെ ഇത് വരുന്നു, ഇത് അപ്പം എത്ര വേണേലും പ്രിൻ്റ് ചെയ്യാവോ, അപ്പോൾ ഇത് എന്തുവാ ഇങ്കും
പേപ്പർ മാത്രം മതിയോ, അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ. പിന്നെ ഈ മണി കണ്ടുപിടിച്ച ആരാണ്, ഫെഡറൽ ബാങ്കിങ് എന്താണ്, ഒർസീനി ഫാമിലി എന്താണ്, മേട്രിക്സ് എന്താണ്, ഇലുമിനാറ്റി എന്താണ്, ഇതൊക്കെ നമ്മളൊരു വീഡിയോയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഗൈസ് അതേപോലെ തന്നെ അത് നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുള്ളൂ. ഞാൻ ഈയിടെ ഈ പപ്പണം പറഞ്ഞ കണക്ക് ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന് അതിനെ കുറിച്ചൊക്കെ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുമായിരുന്നു. ആൻഡ് റീസെന്റ് ഡിസ്കവറി അബൌട്ട് പിരമിഡ്സ്, അത് വി ഹാവ് ടു ടോക്ക്. ഗൈസ് പിരമിഡ്സ് നമുക്ക് ചെയ്യണം. കാരണം അത് സിമ്പിളായിട്ട് പറഞ്ഞ നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, ഇൻക്ലൂഡിങ് മീ, നമ്മളല്ല നിങ്ങൾ, ഐ നെവർ ബിലീവ്ഡ് ഇൻ ദിസ് മെയിൻ സ്ട്രീം ബുൾഷിറ്റ്. ഞാൻ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പിരമിഡ് എന്ന് പറയുന്ന സാധനം ഇറ്റ് വാസ് മാൻ മെയ്ഡ്. ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദിസ് കൺസ്ട്രക്റ്റീവ് എവിഡൻസ് ഉണ്ടല്ലോ, അത് ലൈക്ക് സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഭയങ്കര ഹൈപ്പോത്തസിസ് തിയറിയിലോ ഫ്ലാറ്റ് എർത്ത് തിയറിയിലോ അങ്ങനത്തെ അനുനാക്കീസിലോ ഒന്നും ഭയങ്കരമായിട്ട് കൺവിക്റ്റഡ് ബിലീഫ് അല്ല. പക്ഷേ ഈ പിരമിഡിനെ കുറിച്ച് നിങ്ങൾ യു ഹാവ് ടു ഡു യുവർ റീസെർച്ച്. അത് ഭയങ്കര ഡെപ്തിൽ പോകുന്നത്. നിങ്ങളുടെ റീസെർച്ചിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇറക്കും. അത് ഉറപ്പായിട്ട്. ഞാൻ ജസ്റ്റ് ഒരു സ്പാർക്ക് ഇട്ട് തരാം. ഹൺഡ്രഡ്സ് ഓഫ് മീറ്റേഴ്സ്, 700, 800, 900 മീറ്റേഴ്സ് ഡെപ്തിൽ 4,000 ഫീറ്റ്. അതെ, 4,000 ഫീറ്റ് അങ്ങനെ എന്തോ ഡെപ്തിൽ പ്രോപ്പർലി മെഷീൻഡ് കോപ്പർ കോയിൽസ് ആൻഡ് ബാക്കി എന്തൊക്കെയോ നമുക്ക്. അങ്ങനെയല്ല, പിരമിഡ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് 2,000 to 4,000 ഫീറ്റിൽ 8 പൈപ്സ്. അങ്ങനെ പൈപ്പ് എന്ന് പറയുമ്പോൾ ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഇറ്റ്സ് ലൈക്ക് ഒരു പൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുന്നത് ഒരു 10 കാർ അല്ലെങ്കിൽ 20 കാറിൻ്റെ ദൂരം കാണും. ആ 8 പൈപ്പ് താഴോട്ട് 2,000 ഫീറ്റ് to 4,000 ഫീറ്റ് ഓരോന്നിൻ്റെ ഡിസ്റ്റൻസ് വെച്ച് പൊക്കോണ്ടിരിക്കുക. എന്നിട്ട് ഓരോ പൈപ്പിലും കോപ്പർ വയർ വെച്ച് കോയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ, എ മെറ്റൽ പീസ് ഗോയിങ് ഡൗൺ ആൻഡ് എ കോപ്പർ വയർ കൺസ്ട്രക്ഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എഞ്ചിനീയറിംഗ് പഠിച്ചതിൽ? ഗൈസ് കണ്ടിട്ടുണ്ടെന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മാഗ്നറ്റിസം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇലക്ട്രോ മാഗ്നറ്റിസം കേട്ടിട്ടുണ്ടോ? സെയിം സാധനമാണ് അവിടെ പണിഞ്ഞു വെച്ചേക്കുന്നത്. ബ്രോ ഗൈസ്, ഐ എം ടെല്ലിങ് യു, pyramids was built by a very highly intelligent non-human species which was living in on earth around 14,000 years ago. and അവർ ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് വിൽ ഡു എ വെരി ഡീപ്പ് ഡൈവ് ഓൺ ഇറ്റ്. അതേപോലെ തന്നെ എനിക്ക് ഐ ഡോണ്ട് നോ, ഞാൻ ഇത്ര നാൾ ഭയങ്കര വെരി നോൺ ഹ്യൂമൻ സ്പീഷീസ് എന്ന് ഐ സ്റ്റിൽ ഡോണ്ട് ബിലീവ്. അതിനെക്കുറിച്ച് പോഡ്കാസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ദി തിങ് ഇസ്, നമ്മൾ പറയണം, നമ്മുടെ ഹിസ്റ്റോറിയൻസും മെയിൻ സ്ട്രീം മീഡിയ സ്കൂളും ഒക്കെ നമ്മുടെ സ്റ്റോണേജ് ഉണ്ടല്ലോ ആ സമയത്ത് ഡേറ്റ് ചെയ്യുന്ന സാധനം ഇത്. ആൻഡ് അപ്പം അക്കോർഡിംഗ് ടു ഡേറ്റ നമ്മൾ കല്ലുകൊണ്ട് തീ ഉണ്ടാക്കാൻ പഠിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇത്രയും പ്രിസൈസ്ലി മെഷീൻഡ് ആയിട്ടിരിക്കുന്ന സാധനം. അതേപോലെ പിരമിഡ്സിനകത്ത് ഈ റീസെൻ്റ്ലി കണ്ടുപിടിച്ച ഒരു പിരമിഡ് ഓഫ് ഗീസയാണെന്ന് തോന്നുന്നു. 3 പിരമിഡായിട്ടിരിക്കുന്നതാണോ? പിരമിഡ് ഓഫ് ഗീസയിൽ ഒരു പിരമിഡ് ഭയങ്കര പെർപെൻഡിക്കുലർ അല്ല, ചെറിയ സ്ലൈറ്റ് ആംഗിൾ ഡിഫറൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ നോക്കിയിട്ടത് മേ ബി മാത്തമാറ്റിക്കൽ തെറ്റാന്ന് വിചാരിക്കും. ബട്ട് റീസെൻ്റ്ലി ഇറ്റ് വാസ് ഡിസ്കവേർഡ് മാത്തമാറ്റിക്കൽ എറർ അല്ല, ഇറ്റ് വാസ് ആക്ച്വലി ഇത് ഒറയൻ കോൺസ്റ്റലേഷനുമായിട്ട് ലിങ്ക് ചെയ്ത് മനഃപൂർവ്വമാണ് ആ ആംഗിൾ വ്യത്യാസം. ഇതും ഒറയേണ്ട അന്നത്തെ ഡിസ്റ്റൻസും കാൽക്കുലേഷനും ഡേറ്റയൊക്കെ വെച്ച് ഇത് വെച്ച് ഇത്ര ആംഗിൾ ഇങ്ങനെ പോകുന്ന എല്ലാം സ്റ്റോൺ ഏജിൽ കല്ല് മാന്തിക്കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ടാക്കിയതാണെന്ന് പറയാൻ ഐ ട്രൂലി ഡൗട്ട്. അതിലേറ്റവും ഉപരി അതിൻ്റെ താഴെയില്ല ഇപ്പൊ കണ്ടുപിടിച്ച വെരി ലിമിറ്റഡ് ആക്സസ് എന്തുവന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നാസ ജൂപ്പിറ്ററിൽ പോയി അല്ലെങ്കിൽ പ്രോക്സിമ സെഞ്ചുറിയിൽ ലൈറ്റ് സിറ്റി കണ്ടുപിടിച്ചു, മറ്റേ പ്ലാനറ്റിൽ പോയി സിറ്റിയുടെ മാർസിൻ്റെ അകത്ത് നമുക്ക് ക്യാമറ ഉണ്ട്. പക്ഷെ നമ്മുടെ എർത്തിൽ നിൽക്കുന്ന പിരമിഡിൻ്റെ ഒരു 5 അടി താഴോട്ട് നമുക്ക് ഡേറ്റ ആക്സസ് ഇല്ല എന്ന് പറയുമ്പോൾ ബ്രോ, ഹൗ ക്യാൻ യു ഗൈസ് കോംപ്രിഹെൻഡ് ദിസ് ലൈ? സത്യം, ദേ ആർ കവറിംഗ് അപ്പ് ബിഗ് ടൈം കവറിംഗ് അപ്പ്. ബ്രോ, പിരമിഡ് എന്ന് പറയുന്ന ഒരു എനർജി ഹാർനസിങ് ഡിവൈസ് ആയിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ അത് ഡെസേർട്ടിലായിരുന്നു, ബട്ട് the time it was working as an energy harnessing device, it was under the ocean. ഇത് ഓഷൻ്റെ അടിയിലായിരുന്നു. പണ്ടത്തെ ഓഷൻ ഫ്ലോർ ആണ് ഇപ്പോൾ ആ ഡെസേർട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം ഡീപ്പായിട്ട്, പിന്നെ എലിസബത്ത് എന്ന് പറയുന്ന ആള് ഇതിനെപ്പറ്റി ഒന്നും വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. ബട്ട് ഷീ സ്റ്റാർട്ടഡ് her own research, she started her own study. Do you have anything to say about what we have said?
എന്തെങ്കിലും പെർസ്പെക്റ്റീവ് മാറിയോ? അതോ ഇത്ര നാൾ പഠിച്ചതാ, ഇവിടെ പഠിച്ച് ഇവിടെ ഒന്നും പഠിച്ചിട്ട് പോരാത്തതിന് കാനഡയിൽ പോയി പഠിച്ചിട്ട് തീരാത്തതിന് അപ്പോൾ തിരിച്ചു വന്ന് ഇവിടെ പിന്നെയും പഠിക്കാൻ പോകുന്നു. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് യുവർ പെർസ്പെക്റ്റീവ് ഓൺ ദിസ്? ഇപ്പൊ പറഞ്ഞ ടോപ്പിക്കിനെ പറ്റി I don't have too much knowledge. Yeah, but generally. What I believe is സ്കൂളിൽ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. Yeah. And we used to believe that teachers പറഞ്ഞു തരുന്നതാണ് കറക്റ്റ്, ടെക്സ്റ്റ് ബുക്സ് ആണ് റൈറ്റ്. പക്ഷെ ആ ഒരു മെന്റാലിറ്റി ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നോളജ് ഉണ്ട്. കാരണം ബിക്കോസ് പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് മോർ ഓൺ ദീസ് തിങ്സ്. അവർക്ക് കൂടുതൽ അറിയണം, അങ്ങനെ ഒരു അങ്ങനെ ഒരു തോട്ട് വന്നാൽ തന്നെ നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. അതേപോലെ തന്നെ ഗൈസ്, നാസയുടെ മൂൺ ലാൻഡിങ് സ്കാം നമ്മൾ ബ്രോ, നാസയുടെ മൂൺ ലാൻഡിങ് സ്കാം നമ്മൾ ഈ എളുപ്പമായിട്ട് ഒരെണ്ണം ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ വീഡിയോ നാസയെ തൊലയ്ക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഞാൻ എപ്പോഴും എനിക്കറിയാവുന്നവരോട് പറയും, ആൻഡ് ഐ ഗെറ്റ് ടു മച്ച് ഹേറ്റ് ഫോർ ദിസ് ഡയലോഗ്. പിള്ളേർക്ക് പോകുകയാണെങ്കിൽ 25 വയസ്സിന് മുകളിലുള്ളവർക്ക് നാസ അങ്ങനെ കണ്ടാൽ മതി. ചുമ്മാ കുറേ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഞാൻ സ്പേസിൽ പോയി, സുനിത വില്യംസ് മുകളിൽ പോയി സ്റ്റക്കായി. ഗൈസ്, ദിസ് ഈസ് വേ ടു മച്ച് ഫക്കറി ടു ഹാൻഡിൽ വിത്ത് അവർ ബ്രെയിൻ. ഇതൊക്കെ ഫേക്കാണ്. നമ്മൾ എർത്തിൻ്റെ വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇത് പറ്റത്തില്ല എന്ന് ഞാൻ ഇത്ര കൺവിക്ഷനോട് പറയുന്നതിന് കാരണം ഐ റിസർച്ച് ടു മച്ച് ഹിസ്റ്ററി, പണ്ടത്തെ സിവിലൈസേഷൻ അല്ല. അപ്പോൾ അവരെല്ലാ സിവിലൈസേഷനും പറഞ്ഞേക്കുന്നത്, ഈവൻ ഇൻ ബൈബിളിലെ കോട്ട് ഏതാണെന്ന് എനിക്കറിയായിരുന്നു, ഞാൻ മറന്നുപോയി. കാരണം ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ദിസ് പോഡ്കാസ്റ്റ്. ഭൂമിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബൈബിളിലുള്ള ദൈവം ഒരു സാധനം ഉണ്ടാക്കും, ലെറ്റ് ദെയർ ബി. ഇതാ ബൈബിളിലെ അതേ വാചകമാണ്, ലെറ്റ് ദെയർ ബി എ ഫെർമമെൻറ്റ് എബോവ് ദി സ്കൈ ടു ഡിവൈഡ് ദ വാട്ടർ ഫ്രം എബോവ് ആൻഡ് ബിലോ. എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ഫ്ലൂയിഡ്സും ഭൂമിക്ക് വെളിയിലുള്ള ഫ്ലൂയിഡ്സും തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ ഒരു ഫെർമമെൻറ്റ് ഭൂമിക്ക് ചുറ്റും ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സാധനമാണ് വാൻ അലൻ ബെൽറ്റ് എന്നാണ് ഇപ്പം പലരും വിശ്വസിക്കുന്നത്. കാരണം നാസ പണ്ട് 1970s അടുപ്പിച്ച് മൂണി പോയിരുന്ന സമയത്ത് ഈ വാൻ അലൻ ബെൽറ്റ് കണ്ടുപിടിച്ചിട്ടില്ല. ഈ വാൻ അലൻ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേഡിയോ ആക്റ്റീവ് ആൽഫ ബീറ്റ ഗാമ സാധനങ്ങൾ ഹൈ ഡെൻസിറ്റി സ്പീഡിൽ ഈ ഭൂമിക്ക് കുറച്ച് വെളിയിലോട്ട് ചുറ്റും. ഇതാ ഭൂമിയെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നോ എന്താ പറയുന്നത്, ഹ്യൂമൻ ബീങ്സ് ഓർ നോ മെറ്റൽസ് ഓർ എനിത്തിങ് കാനോട്ട് പാസ് ത്രൂ ഇറ്റ്. കയറി കഴിഞ്ഞാൽ അപ്പം കരിഞ്ഞു പോകും. പക്ഷേ സ്പെസിഫിക് മെറ്റീരിയൽസും ഹാർഡൻ മെറ്റീരിയൽസും കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഇത് കണ്ടുപിടിച്ചത് നാസ മൂൺ ലാൻഡിംഗ് ഒക്കെ ഫേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ബെൽറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റ്മോസ്ഫിയർ പോലെ എർത്തിൻ്റെ ഔട്ടർ ലെയറിൽ. അപ്പോൾ നാസയോട് ഇത് ചോദിച്ചപ്പോൾ നാസ പറഞ്ഞ ക്ലിയർ കട്ട് എവിഡൻസ് ഉണ്ട്, യൂട്യൂബിലും നാസയുടെ സൈറ്റിലും ഉണ്ട്. അയ്യോ, അത് ഞങ്ങൾ ആ ടെക്നോളജി മറന്നുപോയത്. അന്ന് ഞങ്ങൾ, കാരണം ഈ വാൻ അലൻ ബെൽറ്റ് കണ്ടുപിടിച്ചത് നാസയുടെ മൂൺ ലാൻഡിങ് കഴിഞ്ഞ് 20 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ നാസയോട് ചോദിച്ചു, എടേ ഇതിലേക്കൂടെ ആർക്കും പോകാൻ പറ്റത്തില്ലല്ലോ, പിന്നെ നിങ്ങളെങ്ങനെ നീൽ ആംസ്ട്രോങ്ങിന് മറ്റേ സ്പേസ് സ്യൂട്ടൊക്കെ ഇട്ട് ഒരു ഓക്സിജൻ മാസ്ക് ഒക്കെ ഇട്ട് കയറ്റി വിട്ടത് എങ്ങനെയാന്ന് ചോദിച്ചത്. ആംസ്ട്രോങ്ങിന്റെ അടുത്ത് റിപ്പോർട്ടർ ബൈബിള് കൊണ്ട് കൊടുത്തിട്ട് പ്രോമിസ് ചെയ്യാൻ പറയുന്നത്. ആംസ്ട്രോങ് ഇതുവരെ ബൈബിളിൽ തൊട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ മൂണിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ മൂൺ ലാൻഡിങ് വാസ് വേറൊരു സംഭവമുണ്ട്, ഒരു ഡയറക്ടറിന്റെ ഹെൽപ്പ് കൊണ്ടാ ചെയ്തെന്നൊക്കെ പറയുന്നില്ല. നമ്മളത് ഒരു നീറ്റ് പോഡ്കാസ്റ്റ് മൂൺ ലാൻഡിങ്ങിന് വേണ്ടി ചെയ്യും. അത് വലിയ പാടൊന്നുമല്ല, എളുപ്പമാണ്. പിന്നെ വൈഫൈൽസ് എന്ന് പറയുന്നൊരു ചാനലുണ്ട് യൂട്യൂബിൽ, ഇല്ലേ, ടു ഇൻഫോർമേറ്റീവ്. ഞങ്ങൾ അത് വേണമെങ്കിൽ ഈ ചാനലിൻ്റെ താഴെ കൊടുക്കാം. ഇറ്റ്സ് അബൌട്ട് 40 minutes. ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് റെഡ് പിൽ. നിങ്ങളിപ്പോൾ ഇതുപോലുള്ളത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക്, ഇപ്പം മൂൺ ലാൻഡിങ് ഫേക്കാന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ അടിച്ചാക്ഷേപിക്കുന്ന ഓഡിയൻസ് കാണും. യെസ്, അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, വി വെരി മച്ച് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ബിക്കോസ് ഞാനും അങ്ങനെയുള്ള ആളായിരുന്നു. പക്ഷേ ഇതൊരു ഗ്രേ ഏരിയ ആണ്. ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് വിചാരിക്കുന്ന ആളുകൾ, ഞാനൊരു ലിങ്ക് ഈ കമൻറ്റിൽ കൊടുക്കും. നിങ്ങൾ കയറി കാണുക, നിങ്ങളുടെ ജീവിതം മാറിപ്പോകും. റോക്കി ചേട്ടനെ അടുത്ത വട്ടം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. റോക്കി ചേട്ടന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ജിമ്മിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞു. ന്യൂട്രീഷനെ കുറിച്ച് ഇനിയും
അടുത്ത ഡയറ്റും ഞങ്ങൾ പറഞ്ഞതെല്ലാം ജിമ്മിൻ്റെ ബാഡ് എഫക്ട്സ് ഗുഡ് എഫക്ട്സ് ഇതൊക്കെയാണ് പറഞ്ഞത്. ഇനിയും വേറൊരു എപ്പിസോഡിൽ ഹൗ ടു ഈറ്റ് ഹെൽത്തി, വിഷമില്ലാതെ എങ്ങനെ ജീവിക്കാം, വിഷമില്ലാതെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, എന്തൊക്കെയാണ് പറയുന്നതെന്നൊരു കൊടുത്തോ. ഇതേപോലെ ഡയറ്റും ന്യൂട്രീഷനെ കുറിച്ചെല്ലാം കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയാന്ന് വെച്ചാൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ അടുത്ത വീഡിയോ ചെയ്യാം. Gigi, what can you contribute in the next podcast? Depends on the comments. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഭയങ്കര കോംപ്രിഹെൻസീവ് ഒരു പോഡ്കാസ്റ്റ് അല്ലായിരുന്നു. വി ജസ്റ്റ് സാറ്റ് ടുഗദർ ആൻഡ് മേഡ് ദിസ്. അപ്പോൾ Like one thing, tell me something that you are really good at. സ്പെസിഫിക് ടോപ്പിക് അന്ന മാതിരിയൊന്നുമില്ലേ. ഇഫ് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഐ ജസ്റ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് മൈ ഒപ്പീനിയൻ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, So what can you contribute? കോൺസ്പിറസീസ്, ഡീപ് റാബിറ്റ് ഹോൾ ആൻഡ് മോർ ഫക്കറി ബുൾഷിറ്റ്സ്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കംഫർട്ടോടെ ടെക്, ക്യാമറാസ്, സെൻസേഴ്സ്, നമ്പേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങൾ. ബട്ട് ഐ ഓൾസോ ലൈക്ക് ടു ടോക്ക്. ഗൈസ്, ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ 3-4 സാധനങ്ങൾ വി വിൽ ബി ഇൻകോർപ്പറേറ്റിംഗ്. കാരണം വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, വി വിൽ ഡു ഇറ്റ്. ദൈവങ്ങൾ ആരാണ്, നിങ്ങൾ അസുരന്മാരാണ്, ദേവന്മാരാരാണ്, ഗ്രീക്ക് ഗോഡ് ആരാണ്, അദീന ആരാണ്, ഹെർക്കുലീസ് ആരാണ്, കൃഷ്ണൻ ആരാണ്, ജീസസ് ആരാണ്, അള്ളാഹു ആരാണ്, ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചുമ്മാ അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് രാവിലെ പോവുക, മുട്ടിപ്പോയി പ്രാർത്ഥിക്കുക, അമ്പലത്തിൽ പോവുക, മണി അടിക്കുക, നിസ്കരിക്കുക. അങ്ങനെ ഐ തിങ്ക് വി ഷുഡ് ലേൺ ഹൂ ദീസ് പീപ്പിൾ ആർ, വേർ ദ ഹ്യൂമൻ, വേർ ദ അതർ നോൺ ഹ്യൂമൻ ഇൻ്റലിജൻസ്, ഏലിയൻസ് ആണോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചോളൂ. നമ്മൾ പൊലിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്.